അല്ലാഹു സുബ്ഹാനഹു വ തആല സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അധികാരവും നൽകുകയാണ്. ലോകം കണ്ടതാകുന്ന സമ്പന്നതയിലേക്ക് ബഹുമാനപ്പെട്ടവരെ അല്ലാഹു കൈപിടിച്ച് ഉയർത്തുകയാണ്. ആവശ്യത്തിലധികം പണം അല്ലാഹു നൽകുകയാണ്. തന്റെ ജീവിതത്തിൻ്റെതാകുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമായി കണക്കാക്കിയതാകുന്ന പരിശുദ്ധമാക്കപ്പെട്ട ദീന വിജ്ഞാനത്തെ അദ്ദേഹം കരഗതമാക്കാൻ തുനിഞ്ഞപ്പോ, എനിക്ക് ഇൽമു മതി എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടപ്പോ, ബഹുമാനപ്പെട്ടവർ ഇൽമിനെ തിരഞ്ഞെടുത്തതായ കാരണം ഉഅ്തിയൽ മുൽക വൽ മാല വൽ ഇൽമ ലിഇഖ്തിയാരിഹിൽ ഇൽമ. അറിവ് തെരഞ്ഞെടുത്തതിന്റെ കാരണത്താൽ അല്ലാഹു അറിവും നൽകി, സമ്പത്തും അല്ലാഹു നൽകി, അധികാരത്തിന്റെ പരമോന്നത പദവിയും നൽകി അലങ്കരിച്ചു എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ചതായ, അവൻ ബഹുമാനം ഉൾക്കൊള്ളാൻ വേണ്ടി പറഞ്ഞതാകുന്ന പരിശുദ്ധമായ ഇൽമിനെ വല്ലാത്ത ബഹുമാനം വെച്ച് കൂടിയപ്പോ, സുലൈമാൻ നബി അലൈഹിസ്സലാം ലോകം മുഴുവനും അടക്കി ഭരിച്ചതാകുന്ന രാജാവായി അധികാരത്തിന്റെ പരമോന്നത പദവിയിലേക്ക് എത്തിപ്പെട്ട വ്യക്തിയായി അല്ലാഹു അദ്ദേഹത്തെ ഉയർത്തുകയാണ്. അപ്പൊ ഇൽമിന് പ്രാധാന്യം കൽപ്പിച്ചാൽ നമുക്കും ഉയർച്ചയുണ്ടാവും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇൽമിന് മഹാത്മ്യം കൽപ്പിക്കണം. ഈ ഇരിക്കുന്നതാകുന്ന കാരണവന്മാരായ ആളുകൾ 30, 40, 50, 60, 70 വയസ്സൊക്കെ ഉള്ള സഹോദരങ്ങൾ ചിന്തിക്കിൻ, സഹോദരിമാര് ചിന്തിക്കിൻ. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന് നൽകിയിട്ടുള്ള വീട്, വാഹനം, വസ്തുക്കൾ, ഭൂമി എന്ന് വേണ്ട എല്ലാ ഇടപാടുകളും എല്ലാ സൗഭാഗ്യങ്ങളും കിട്ടാൻ കാരണം നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ടൊന്നുമല്ല. നമ്മളാരും വലിയ ഉയർന്ന വിദ്യാഭ്യാസം IAS-ഉം IPS ഒന്നും എടുത്തതാകുന്ന വ്യക്തിത്വങ്ങളൊന്നും അല്ല. വലിയ എഞ്ചിനീയറും വലിയ ഡോക്ടറേറ്റും ഒന്നും എടുത്ത ആളുകളല്ല. മറിച്ച് എന്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ സൗഭാഗ്യങ്ങൾ നൽകി? 30, 40 കൊല്ലം മുമ്പ് ഈ നാട്ടിൽ എത്ര പേര് ധനികരുണ്ടായിരുന്നു ഒന്ന് ചിന്തിക്കൻ. എത്ര പേര് പണക്കാരുണ്ടായിരുന്നു? എത്ര പേർക്ക് വലിയ ആസ്തി ഉണ്ടായിരുന്നു? മനോഹരമായ വീടുണ്ടായിരുന്നു? ഇന്നിപ്പോ ഈ റോഡിലൂടെ ചീറിപ്പായുന്നതാകുന്ന വാഹനങ്ങൾ എത്ര പേർക്ക്? നല്ല ഒരു റോഡ് നമുക്കുണ്ടോ? ഓടിക്കാൻ പറ്റുന്ന വാഹനമുണ്ടോ? 30 കൊല്ലങ്ങൾക്കിപ്പുറം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുന്നതാകുന്ന ഈ അനുഭൂതികൾ, ഭൗതികമാകുന്ന ആസ്വാദനങ്ങൾ, അതെല്ലാം ലഭിക്കാൻ കാരണം നിങ്ങളുടെ പൂർവ്വസൂരികൾ നിങ്ങൾക്ക് കൈമാറിത്തന്ന ആത്മീയതയാണ്. അവർ നിങ്ങൾക്ക് കൈമാറിത്തന്നത് 5 വഖത്ത് നമസ്കാരം നിലനിർത്തണമെന്ന സന്ദേശമാണ്. ജുമുഅ ജമാഅത്തുകൾ ശ്രദ്ധിക്കണമെന്നുള്ളതാകുന്ന സന്ദേശമാണ്. മക്കൾക്ക് നൽകിയത് ആത്മീയമാകുന്ന വിജ്ഞാനമാണ്, മദ്രസ വിദ്യാഭ്യാസമാണ്. കൃത്യമായി വിദ്യാഭ്യാസം മക്കൾക്ക് നൽകി. ദറസിലേക്ക് മക്കളെ, തലമുറകളെ പറഞ്ഞു വിട്ടു. ഒന്നില്ലെങ്കിലും ഇശാ മഗ്രിബിന്റെ ഇടയിലുള്ളതാകുന്ന പരിശുദ്ധമാക്കപ്പെട്ട സമയത്ത് മദ്രസകളിലേക്ക്, ദീനി സ്ഥാപനങ്ങളിലേക്ക്, പള്ളി ദറസുകളിലേക്ക് മക്കളെ പറഞ്ഞു വിട്ട് മക്കളെ ആത്മീയമാകുന്ന വഴിത്താരയിലേക്ക് നിലനിർത്താൻ അന്നത്തെ തലമുറയിലുള്ളതാകുന്ന രക്ഷിതാക്കൾക്ക് സാധിച്ചതിന്റെ സാക്ഷ്യപത്രമാണ് നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്നതായ ഈ നേട്ടങ്ങളെല്ലാം. അല്ലാതെ ഉയർന്ന വിദ്യാഭ്യാസം കൊണ്ടൊന്നും അല്ല. അത് മനസ്സിലാക്കണം. അതുകൊണ്ട് അടുത്ത തലമുറയിൽ നിങ്ങൾ കൈമാറി കൊടുക്കേണ്ടതും ആത്മീയതയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങൾ അറിയണം, ഇന്ന് ഭൗതികമാകുന്ന ലോകത്ത് നിലകൊള്ളുന്നതാകുന്ന ചെറുപ്പക്കാരായ മക്കൾ കള്ളും കഞ്ചാവും ലഹരിയുമായി നിലകൊള്ളാൻ, ചെറിയ മക്കൾ 5ലും 6ലും 7ലും 8ലും 9ലും 10ലും +1ഉം +2ഉം എന്ന് വേണ്ട ക്ലാസ്സുകളിലൊക്കെ ചെറിയ കുട്ടികൾ പോലും മാരകമാകുന്ന ലഹരി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുകയും അതിന്റെ കച്ചവടം ചെയ്യുന്നതാകുന്ന വക്താക്കളുമായി മാറിയിരിക്കുന്നു എന്ന വസ്തുത ഈ തലമുറ അറിയാതെ പോകരുത്. സോഷ്യൽ മീഡിയയിൽ തന്നെ എത്രയോ വാർത്തകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്തിടെ തന്നെ ഉണ്ടായ വാർത്തകളൊക്കെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ്. ചെറിയ കുട്ടികൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലയളവിൽ എന്റെ കൂട്ടുകാരൻ എനിക്ക് കൈമാറുന്നതാകുന്ന MDMA ഉപയോഗിച്ചു തുടങ്ങി. ഇന്ന് 9ാം ക്ലാസ്സിലേക്ക് ഞാൻ എത്തി നിൽക്കുമ്പോൾ MDMAയുടെ കാരിയറായത് കച്ചവടം ചെയ്യുന്ന വക്താവായി എന്ന് മലപ്പുറം ജില്ലയിലുള്ളതാകുന്ന ഒരു പെൺകുട്ടി ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളോട് വിളിച്ചു പറയുന്നുണ്ട് എങ്കിൽ, അതൊരു മുസ്ലിം പെൺകുട്ടി കൂടെ ആണെങ്കിൽ നമ്മളൊക്കെ ആശങ്കപ്പെടേണ്ടേ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിക്കുക. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്റെ കൂടെ പഠിക്കുന്ന ഒരു കൂട്ടുകാരൻ എനിക്ക് കൈവീട്ടി തന്നതാകുന്ന MDMA മാരകമാകുന്ന ലഹരി ഉൽപ്പന്നം ഉപയോഗിക്കുകയും അതിൽ ആസ്വാദനം കണ്ടെത്തുകയും ചെയ്തതിന്റെ പിന്നിൽ 1 വർഷത്തിന് ശേഷം 9ാം ക്ലാസ്സിലേക്ക് എത്തിയപ്പോ എന്റെ കൂട്ടുകാർക്കും നാട്ടിലുള്ള ചെറുപ്പക്കാർക്കും വലിയ വലിയ ആളുകൾക്കും ഞാനിത് കച്ചവടം ചെയ്യുന്നതാകുന്ന വക്താവായി എന്ന്
ഒരു പെൺകുട്ടി മാധ്യമ പ്രവർത്തകർക്ക് മുമ്പാകെ മുഖം വെളിപ്പെടുത്താതെ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി ദൃശ്യത്തിൽ വന്നുകൊണ്ട് പറഞ്ഞുവെങ്കിൽ, മാധ്യമത്തോട് വെളിപ്പെടുത്തിയെങ്കിൽ എവിടെയാണ് നമ്മുടെ തലമുറ എത്തി നിൽക്കുന്നത്? അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. മക്കൾക്ക് വേണ്ടിയാണ് നിങ്ങൾ ഈ രാപകലും അധ്വാനിക്കുന്നത്. ആ മക്കളുടെ ജീവിത ശൈലിയും കോലവും രൂപവുമാണ് ഞാൻ ഈ പറയുന്നത്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കളെ പരിചയപ്പെടുത്തുന്നത് കൺകുളിർമയേകുന്ന സന്താനങ്ങൾ എന്നാണ്. കൺകുളിർമയേകുന്ന വസ്തുക്കൾ അല്ലാഹു ഖുർആനിൽ പരിചയപ്പെടുത്തിയത് 2 വസ്തുക്കളെ കുറിച്ചാണ്. നല്ലതുപോലെ ശ്രദ്ധിക്കണേ. ശ്രദ്ധിക്കുന്നുണ്ടോ? ഒന്ന് ശ്രദ്ധിക്കുന്നവരൊന്ന് കൈ ഉയർത്തിക്കാൻ നോക്കട്ടെ. ആരും മഴയൊക്കെ പെയ്യുന്നുള്ളതുകൊണ്ട് ക്ഷീണമെന്ന് തോന്നുന്നു. മതി. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. വെള്ളം കൺകുളിർമയേകുന്ന വസ്തുക്കൾ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ وذرياتنا قرة أعين وجعلنا للمتقين إماما. അഞ്ച് വഖത്ത് നമസ്കാരത്തിന് പിന്നിൽ ഖത്തീബുമാർ ദുആ ചെയ്യുന്നത് പലപ്പോഴായി കേൾക്കുന്നതായ മുസ്ലിമേ, അതിന്റെ അർത്ഥതലങ്ങൾ ചിന്തിക്കണേ. വല്ലദീന യഖൂലൂൻ, സച്ചരിതരാകുന്ന അല്ലാഹുവിന്റെ ദാസന്മാർ, അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാർ പടച്ച റബ്ബിനോട് ദുആ ചെയ്യുമത്രേ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുറത അയുൻ. അല്ലാഹുവേ, പടച്ച റബ്ബേ, ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള സന്താനങ്ങളെ, ഇണകളെ കൺകുളിർമയുള്ളവരാക്കി മാറ്റണേ അല്ലാഹ്. വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. ഞങ്ങളെ മുത്തഖീങ്ങൾക്ക്, നിന്നെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന സാലിഹീങ്ങൾക്ക് നേതൃത്വമായി, ഇമാമത്തായി ഞങ്ങളെ മാറ്റുകയും ചെയ്യണേ അല്ലാഹ്. മുത്തഖിയാക്കണമെന്നല്ല, മുത്തഖീങ്ങൾക്ക് ഇമാമത്ത് നിൽക്കുന്നവനാണ് എന്ന് പറഞ്ഞാൽ അവരുടെ നേതൃത്വം. റമളാനിലൂടെ നമ്മൾ നേടിയെടുത്തതാണ് എന്ത്? തഖ്വ. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങൾ യഥാർത്ഥ മുത്തഖീങ്ങളായി തീരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് 30 ദിവസത്തെ നോമ്പുകൾ അല്ലാഹു ഫർളാക്കി. നോമ്പ് പിടിച്ചവരല്ലേ? റമളാനിൽ നോമ്പ് പിടിച്ചതിലൂടെ തഖ്വ നേടിയെടുത്തതാകുന്ന സമൂഹത്തിന് നേതൃപടവും അലങ്കരിക്കുന്നവരായി ഞങ്ങളെ നീ കബൂലാക്കണേ എന്നാണ് മുസ്ലിമീങ്ങൾ, അല്ലാഹുവിന്റെ സച്ചരിതരാകുന്ന അടിമകൾ സദാസമയവും ദുആ ചെയ്യേണ്ടത് എന്ന് വിശുദ്ധമായ ഖുർആൻ. നമ്മൾ ദുആ ചെയ്യുന്നുണ്ടോ ഇല്ലേ അത് മറ്റൊരു വിഷയമാണ്. ഇന്ന് സുന്നികളായ നമ്മൾ തന്നെ നിസ്കാരത്തിന് ശേഷമുള്ള ദുആഇന് പ്രാതിനിധ്യം കൽപ്പിക്കാതെ ചാടി ഇറങ്ങി ഓടുന്ന തലമുറയായി, ഭൗതിക ലോകത്തിന്റെ ആഡംബര ആസ്വാദനങ്ങളിൽ മുഴുകി ജീവിക്കുന്നവരായി നമ്മൾ, നമ്മുടെ മക്കളും മാറി. ആണോ അല്ലയോ? അതുകൊണ്ട് അതിൻ്റെതായ വിപത്തും വന്നു. ജീവിതത്തിൽ ബറക്കത്തില്ല, ഐശ്വര്യമില്ല, ഒന്നിനും മതിയാകുന്നില്ല സമ്പത്ത്. മുമ്പ് കാലത്ത് പോലെയുള്ള ഒരു വരുമാനം കോവിഡിന് ശേഷമുള്ള ഘട്ടങ്ങളിൽ, ജീവിതഘട്ടങ്ങളിൽ നമുക്ക് ലഭിക്കുന്നില്ല. ഒരു റാഹത്ത് നമുക്കില്ല. നമ്മളെപ്പോഴും പറയും മനസ്സിനൊരു സന്തോഷമില്ല. എന്താ കാരണം? നിസ്കാരത്തിന് ശേഷമില്ല, ദുആ ഇല്ല, ഇജാബത്തുള്ള പ്രാർത്ഥനയല്ലേ. ഏറ്റവും അല്ലാഹു കേൾക്കുന്ന ഇജാബത്തുള്ള പ്രാർത്ഥന ഏതാണ്? നബിതങ്ങളോട് ചോദിച്ചപ്പോൾ നബിതങ്ങൾ പറഞ്ഞത് 3 സമയങ്ങളിലുള്ള പ്രാർത്ഥന അല്ലാഹു ഉത്തരം നൽകും. ഒന്ന് ബഅദ സ്വലാത്തിൽ മഫ്റൂദ, ഫർളാക്കപ്പെട്ട നമസ്കാരങ്ങൾക്ക് ശേഷമുള്ളതാകുന്ന പ്രാർത്ഥന, മുസൽമാന്റെ ദുആ. സഹോദരിമാരെ, നിങ്ങളുടെ പ്രാർത്ഥന അല്ലാഹു കേൾക്കും, ദുആഇന് ഇജാബത്തുണ്ട് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളിൽ എത്ര പേര് ശ്രദ്ധിക്കുന്നുണ്ട്? നിസ്കാരത്തിന് ശേഷമുള്ള പ്രാർത്ഥന, ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷമുള്ളത് ഇജാബത്തുണ്ടെന്ന് പഠിപ്പിച്ചത് ഹബീബ് മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്ലുസുന്നയുടെ ആദർശത്തിൽ നിലകൊള്ളുന്ന മുസൽമാൻ നിസ്കാരം കഴിഞ്ഞ് ചാടി എഴുന്നേറ്റ് ബിദ്അത്തിന്റെ വക്താക്കളെ പോലെ ഇറങ്ങിപ്പോകുന്നത് ആരെ കണ്ടിട്ടാണ്? എവിടുന്നാണ് നീ ഇത് പഠിച്ചത്? ഈ ഒരു ശൈലി ബിദ്അത്തുകാരുടെ സുന്നത്താണോ നീ പിൻപറ്റുന്നത്? അതല്ല പരിശുദ്ധ പ്രവാചകന്റെ തിരുചര്യയിലാണോ നീ നിലകൊള്ളുന്നത്? നിസ്കാരത്തിന് ശേഷം ഇരിക്കിൻ, അതവോടുകൂടി ഇരിക്കിൻ. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹി, അല്ലാഹു അക്ബർ 33 34 വട്ടം ചൊല്ലിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ 10 വട്ടം ഉരുവിട്ട് പരിശുദ്ധമാക്കപ്പെട്ട ദുആ നിർവഹിക്കിൻ. അല്ലാഹു നിനക്ക് പരിഗണന നൽകും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമുക്കൊന്നും ചോദിക്കാനില്ലാത്ത പോലെയാണ് ഈ ഓട്ടം കണ്ടാൽ. ദുആ ചെയ്യണ്ടേ? നമ്മൾ ഓരോരുത്തരും സ്വന്തമായിട്ടെങ്കിലും ഒരു 5 മിനിറ്റ് ദുആ ചെയ്യണ്ടേ? മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് അല്ലാഹു കൊടുത്ത ദറജ ഉയർത്തുമാറാവട്ടെ. അവരുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. നമ്മുടെ ചാരത്തല്ലേ ബഹുമാനപ്പെട്ടവരുടെ നാടുള്ളത്? അവരവിടെയല്ലേ അന്ത്യവിശ്രമം ചെയ്യുന്നത്? അള്ളാഹുരുടെ ഖബർ വിശാലമാക്കുമാറാവട്ടെ. 5 വഖത്ത് നിസ്കാരത്തിന് ശേഷം ദുആ ചെയ്യാത്തവനെ ബഹുമാനപ്പെട്ടവർക്ക് വല്ലാത്ത വെറുപ്പാണ്. നിസ്കാരത്തിന് ശേഷം ദുആ ചെയ്യണം. അദ്ദേഹം പറഞ്ഞു, ഒരു ഹംദ്, ഒരു സ്വലാത്ത്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം, ഒരു സ്വലാത്ത്. എന്നിട്ട് നീ ദുആ ചെയ്യണം, റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. ദുആ ചെയ്യും. ഖുർആനിൽ വന്ന ദുആ അല്ലേ? ഈ ദുആയിനല്ലേ ഏറ്റവും വലിയ ഫലം. ഖുർആനിലും ഹദീസിലും വാരിദായ ദുആകൾക്ക് വലിയ പ്രതിഫലമാണ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. പരിശുദ്ധമായ കഅബ പരിപൂർണമായി പടുതിട്ട് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകനാകുന്ന ഇസ്മായിൽ അലിഹിസ്സലാമിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരുമിച്ച് നിന്നുകൊണ്ടുള്ളതാകുന്ന കൂട്ട പ്രാർത്ഥനയാണ് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ആരാണിത് ദുആ ചെയ്ത് പഠിപ്പിച്ചത്? മഹാനായ സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ്. എത്ര ശ്രേഷ്ഠമായ ദുആ ആണ്. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് ഇതിനെ നീ സ്വീകരിക്കണേ അല്ലാ. അതാണ് അതിന്റെ അർത്ഥം. നിസ്കരിച്ചിട്ട് ആർക്കോ വേണ്ടി കൊടുത്തിട്ട് ചാടി എഴുന്നേറ്റ് പോകുന്നവൻ യഥാർത്ഥ മുസ്ലിമാണോ? ഇന്നാ പിടിച്ചോ പടച്ചറബേ, നിസ്കരിക്കാൻ നീ പറഞ്ഞു, ഞങ്ങളിതാ നിസ്കരിച്ചു എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോകലല്ല. നിസ്കാരത്തിന് ശേഷം അവിടെ ഇരുന്നിട്ട് പടച്ചറബ് ഇത് നീ സ്വീകരിക്കണേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. പടച്ചറബ് നീ സർവ്വതും കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. ഞങ്ങൾ നീ നമസ്കാരത്തെ നീ സ്വീകരിക്കണേ നാഥാ എന്ന് നിസ്കാരപ്പായിലിരുന്നു കൊണ്ട് ദുആ ചെയ്യാൻ പ്രിയപ്പെട്ട ഉമ്മ നിനക്ക് സാധിക്കുന്നില്ല എങ്കിൽ പിന്നെ എന്ത് സുന്നത്ത് ജമാഅത്ത്, പിന്നെന്ത് സുന്നിയാണ് നീ? അല്ലാഹുവിനോട് ഇതൊന്ന് സ്വീകരിക്കാൻ പോലും പറയാൻ നിനക്ക് സമയമില്ല. എന്നിട്ട് പിന്നെ സ്വലാത്ത് ചൊല്ലിയിട്ട് ദുആ അവസാനിപ്പിക്കാൻ നിനക്ക് കൂടുതൽ സമയമില്ല, തിരക്കാണെങ്കിൽ ഇത്രയും ചെയ്തുകൂടെ? 1 മിനിറ്റ് വേണ്ട, അര മിനിറ്റ് വേണ്ട. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ഹംദ് കൊണ്ട് തുടങ്ങി, സ്വലാത്ത് കൊണ്ട് തുടങ്ങി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലിയിട്ടുള്ള ദുആ ഇജാബത്ത് ഉറപ്പാണ്. പറ്റുമെങ്കിൽ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ദുആരക്കാൻ, അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. ദുആയിന് ഇജാബത്ത് കിട്ടാൻ കാരണമാണ്. ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിനിന് വേണ്ടി അവന്റെ അഭാവത്തിലുള്ളതാകുന്ന പ്രാർത്ഥന അവന്റെ കൺമുന്നിൽ വെച്ചല്ല, അവൻ ഇല്ലാത്തപ്പോഴുള്ള പ്രാർത്ഥനയ്ക്ക് ഇജാബത്ത് ഉണ്ടാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ മോമിനായ മനുഷ്യ, നീ മറക്കരുത്, ഇൽമിന്റെ മാഹാത്മ്യം നിസാരമല്ല, ചെറുതല്ല, വളരെ വലുതാണ്, നിസാരമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പരിചയപ്പെടുത്തിയത് 2 വസ്തുക്കൾ. ആ 2 വസ്തുക്കളെയും പരിചയപ്പെടുത്തിയത് കൺകുളിർമയേകുന്നത് എന്നാണ്. ഒന്ന് മക്കളാണ്, ഖുർറത അയുൻ, കൺകുളിർമയാകുന്ന മക്കളാകണത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മറ്റൊന്ന് അല്ലാഹു പരിചയപ്പെടുത്തിയത് സ്വർഗമാണ്. സ്വർഗത്തെക്കുറിച്ച് അല്ലാഹു പറയുന്നതും കൺകുളിർമയേകുന്ന വസ്തുക്കൾ കൊണ്ട് നിറയ്ക്കപ്പെട്ടതാണ് സ്വർഗം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കണ്ണിന് കുളിർമയാകുന്ന വസ്തുക്കൾ കൊണ്ട് നിറയ്ക്കപ്പെട്ടത്. നോക്കൂ നിങ്ങൾ സൂറത്തു സജദ ശ്രദ്ധിക്കുന്നേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فلا تعلم نفس ما أخفي لهم من قرة أعين جزاء بما كانوا يعملون أفمن كان مؤمنا كمن كان فاسقا لا يستوون.
പരിശുദ്ധമായ ഖുർആൻ സൂറത്തു സജ്ദയിലൂടെ അല്ലാഹു ഉറപ്പെടുത്തുകയാണ് فلا تعلم نفس ما أخفي لهم من قرة أعين കൺകുളിർമയാകുന്ന വസ്തുക്കളാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ അല്ലാഹു സത്യവിശ്വാസികൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നതായ വസ്തുക്കളെ കുറിച്ച് ലോകത്ത് ഒരാൾക്കും അറിയുകയേ ഇല്ല. ഒരു ശരീരവും ഒരു ആത്മാവും ഒരു മനുഷ്യനും അവന്റെ ചിന്തകൾ കൊണ്ട് ചിന്തിച്ചാൽ എത്തിപ്പെടാൻ പറ്റാത്ത നിലക്കുള്ള വളരെ മനോഹരമാകുന്ന കൺകുളിർമയേകുന്ന വസ്തുക്കളെ കൊണ്ട് നിറയ്ക്കപ്പെട്ടതാണ് സ്വർഗമെന്ന് വിശുദ്ധ ഖുർആൻ. കൺകുളിർമയേകുന്ന വസ്തുക്കളെ കൊണ്ട് നിറയ്ക്കപ്പെട്ടതാണ്. എല്ലാ വസ്തുവും കണ്ണിന് കുളിർമയേകും സ്വർഗത്തിലേത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ടാണല്ലോ സ്വർഗം കിടക്കണം എല്ലാവർക്കും ആഗ്രഹം. അള്ളാഹു നമുക്ക് എല്ലാവർക്കും സ്വർഗത്തിൽ എത്തിച്ചേരാൻ തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടെന്തു ക്ലേശം സാരമില്ല നിന്നിലേ. സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടെന്തു ക്ലേശം സാരമില്ല നിന്നിലേ. ജനമോക്കയും തൃണ വൽഗണിച്ചാൽ തന്നെയും മനം നൊന്തിടണ്ട തിബർ തന്ന പിന്നെയും. ആരോക്കെ നിന്നെ ദരിദ്രനായി കണ്ടെങ്കിലും കോടീശ്വരൻ തന്നെ നീയേക്കാലത്തിലും സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടെന്തു ക്ലേശം സാരമില്ല നിന്നിലേ. അല്ലാഹു നമുക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. സ്വർഗം കിട്ടാനായാണ് എല്ലാവരും ഓടുന്നത്. അവിടെ കൺകുളിർമേകുന്ന വസ്തുക്കളെ കൊണ്ടാണ് അല്ലാഹു നിറച്ചിരിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തു സജ്ദ. നോക്കൂ നിങ്ങൾ, രണ്ട് വസ്തുക്കളെ കുറിച്ച് അല്ലാഹു ഖുർആനിൽ കൺകുളിർമയേകുന്നതെന്ന് പറഞ്ഞു. ഒന്നാരാണ്? മക്കൾ, സന്താനങ്ങളാണ്. മറ്റൊന്ന് സ്വർഗമാണ്. എന്തിനാണ്? കൺകുളിർമയാകുന്ന സന്താനങ്ങളെ കൺകുളിർമയേകുന്ന സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുവാൻ കടത്താനുള്ള പരിശ്രമമാണ് രക്ഷിതാക്കളായ നമ്മൾ നടത്തേണ്ടത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്താണ്? കൺകുളിർമയാകുന്ന സന്താനങ്ങളെ കണ്ണിന് കുളിർമയേകുന്ന സ്വർഗത്തിലേക്ക് മക്കളെ എത്തിക്കണം. അതിനുള്ള പ്രയത്നമാണ് ആര് നടത്തേണ്ടത്? മാതാവും പിതാവും രണ്ടുപേരും ഒരേപോലെ അതിനുവേണ്ടിയാണ് ശ്രദ്ധ ചെലുത്തേണ്ടത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ ബക്കറ്റ് ഒന്ന് കൊണ്ടുവന്നോളൂ, ചെറിയൊരു സദഖ. എല്ലാവരും അല്ലാഹു നമ്മുടെ സദഖകളെ സ്വീകരിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്. കൊണ്ടുവന്നോളി. زر ريح المصطفى وازد إقامة به زرت حميم زاويا عن قلبك زلزال زال لا إله إلا الله. അല്ലാഹുവേ, ഞങ്ങളുടെ സ്വതക്ക നീ സ്വീകരിക്കണേ അല്ലാ. നിയ്യത്തുകളെ സാധൂകരിക്കണേ അല്ലാ. വിഷമങ്ങള് പ്രയാസങ്ങൾ നീക്കണേ അല്ലാ. നല്ല നിയ്യത്തിലിട്. അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങൾ ചേർക്കട്ടെ. ഇന്നത്തെ നിയ്യത്തതായിക്കോട്ടെ. മക്കളെ കൊണ്ട് ദുനിയാവും ആഖിറവും വിജയിക്കാൻ അല്ലാഹു നീ തൗഫീഖ് നൽകണേ എന്ന നിയ്യത്തിലിടി. അല്ലാഹുവേ, ഞങ്ങളുടെ സ്വതക്ക നീ സ്വീകരിക്കണേ അല്ലാ. നിയ്യത്തുകൾ സാധൂകരിക്കണേ അല്ലാ. വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ. അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് ദുരന്തങ്ങളെ തൊട്ട് വിപത്തുകളെ തൊട്ട് കാലവിപത്തുകളെ തൊട്ട് നീ കാവൽ നൽകണേ അല്ലാ.
സർവോപരി ഞങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തണേ അല്ലാ. ഹലാലായ സാമ്പത്തികം നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. മാരകമാകുന്ന രോഗങ്ങൾ നൽകി നീ പരീക്ഷിക്കല്ല അല്ലാ. ലോക മുസ്ലിമീങ്ങൾക്ക് സമാധാനം നൽകണേ അല്ലാ. ഫലസ്തീന മക്കളടക്കം പരിപൂർണമായ സംരക്ഷണം സർവർക്കും നീ നസീബാക്കണേ അല്ലാ. അല്ലാഹു നമ്മുടെ സദഖ സ്വീകരിക്കട്ടെ. പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സദസ്സിലേക്ക് ഒരിക്കൽ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം അപ്രതീക്ഷിതമായി കടന്നു വന്നു. അസർ നിസ്കാരത്തിന് ശേഷമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സുഹൃത്തുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു ചെറുപ്പക്കാരനായ വ്യക്തി, പുതുമാളനാണ്, പുതുമണവാളനാണ്, ചെറുപ്പക്കാരനാണ്, വിവാഹം കഴിഞ്ഞ് വളരെ കുറഞ്ഞ നാളുകളെ ആയിട്ടുള്ളൂ. ആ ചെറുപ്പക്കാരനുമായി സംസാരിച്ചു കൊണ്ടിരിക്കുക. നബിയോടൊരാളൊരു ദിനം സംസാരമാ, അസറാണ് സമയം, വഹിയും മിൻ സമാ. നബിയെ ഇയാൾക്കിനി സമയവും ഒരു സാഅത്ത, ആ സാഅത്തും കഴിഞ്ഞാൽ അയാളുടൻ മയ്യിത്താ. നബിയോടൊരാളൊരു ദിനം സംസാരമാ, അസറാണ് സമയം, വഹിയും മിൻ സമാ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അസർ നമസ്കാരം കഴിഞ്ഞ ഒരു ചെറുപ്പക്കാരനുമായി സംവദിച്ചുകൊണ്ട് നിലകൊള്ളുമ്പോ നസലൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ചിറകടിച്ചുകൊണ്ട് പ്രവാചകന്റെ തിരുചാരത്തേക്ക് കടന്നു വരുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, നബിയെ ഇയാൾക്കിനി സമയവും ഒരു സാഅത്താ, ആ സാഅത്തും കഴിഞ്ഞാൽ അയാളുടൻ മയ്യിത്താ. തങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ചെറുപ്പക്കാരൻ ഒരു മണിക്കൂർ സമയം കൂടി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആത്മാവിനെ വേർപെടുത്താൻ അസ്റായീൽ അലൈഹിസ്സലാം കടന്നു വരുമേ എന്നുള്ള യാഥാർത്ഥ്യം സത്യം നബിയെ തങ്ങൾ അറിയണേ റസൂലേ. ഒരു മണിക്കൂർ കൂടി അദ്ദേഹത്തിന് ആയുസ്സുള്ളൂ എന്ന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹു നൽകിയതായ ദിവ്യബോധനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്ന, നബിയെ തങ്ങൾ അദ്ദേഹത്തെ അറിയിക്കൽ നിർബന്ധമാണ്. ആ ചെറുപ്പക്കാരനോട് തങ്ങൾ ഇത് പറയണം. ആദരമായ പ്രവാചകൻ വല്ലാതെ വിഷമിച്ചു പോയി. തന്നോട് സംവദിച്ചു കൊണ്ടിരിക്കുന്ന പുതുമണവാളനാണ്, വിവാഹം കഴിഞ്ഞ കുറഞ്ഞ ദിവസങ്ങളെ ആയിട്ടുള്ളൂ. നവവധുവിനോട് സംസാരിച്ച് കഴിഞ്ഞിട്ടില്ല, മധുവിധ ആഘോഷം തീർന്നിട്ടില്ല, അതിന്റെ സന്തോഷവും സൗരഭ്യവും കെട്ടണഞ്ഞിട്ടില്ല. വളരെ റാഹത്തായുള്ള ജീവിതം നയിച്ചു പോകുന്ന സഹോദരനാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ചെറുപ്പക്കാരനെ അടുത്തേക്ക് വിളിച്ചിട്ട് പറയുകയാണ്, രണ്ട് തോളിലേക്ക് കൈകളെടുത്ത് വെച്ച് പറയുന്നു, സഹോദരാ, 21 മണിക്കൂർ സമയം കൂടിയേ നിന്റെ ജീവിതത്തിൽ ബാക്കിയുള്ളൂ. അവസാനത്തെ സമയത്തിലേക്ക്, അവസാന മണിക്കൂറിലേക്ക് നീ എത്തിപ്പെട്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം എനിക്കിപ്പോൾ നൽകിയതാകുന്ന ആത്മാർത്ഥമായ വഹയാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പറഞ്ഞപ്പോ പ്രവാചകന്റെ മുന്നിൽ നിന്ന് വിറയ്ക്കുകയാണ്. പൊട്ടിക്കരഞ്ഞതാകുന്ന സ്വഹാബി വര്യൻ ഒരു വേള ധൈര്യം സംഭരിച്ചുകൊണ്ട് പ്രവാചകന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് പ്രവാചകനോട് സലാം പറയുകയാണ്. യാത്ര പറഞ്ഞുകൊണ്ട് പ്രവാചകന്റെ മുന്നിൽ നിന്ന് പോകുമ്പോൾ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് മാദാ അഫ്അലു ഫീ ഹാദൽ വഖ്തി യാ ഹബീബല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, റസൂലേ, ഈ അവസാനത്തെ സമയത്ത് ഞാൻ എന്ത് ചെയ്യണം റസൂലേ? 1 മണിക്കൂർ കഴിഞ്ഞാൽ ആത്മാവിനെ വേർപെടുത്തുമല്ലോ ഹബീബേ. എനിക്ക് സ്വർഗം പുൽകണം, നരകത്തിൽ നിന്ന് രക്ഷ നേടണം. ഞാൻ എന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് സംസാരിക്കാൻ പോലും സമയം കണ്ടെത്താൻ കുറഞ്ഞ ദിവസങ്ങളെ എനിക്കുണ്ടായിട്ടുള്ളൂ. പള്ളിയിലേക്ക് നമസ്കരിക്കാൻ വന്നതാകുന്ന വ്യക്തിയാണ്. അസർ നിസ്കാരം കഴിഞ്ഞപ്പോ പ്രവാചകരെ കണ്ടു. സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ
പെട്ടെന്നതാ ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് പറയുകയാണ്, മഗ്‌രിബിന് മുമ്പ് ആത്മാവിനെ വേർപെടുത്തും കേട്ടോ. ബഹുമാനപ്പെട്ട സ്വഹാബി വര്യൻ വിറച്ചുപോയി. നബി തങ്ങളോട് ചോദിക്കുകയാണ്, മാദാ അഫ്അലു ഫീ ഹാദൽ വഖതി യാ ഹബീബല്ലാഹ്. നബിയേ നബിയേ, ഞാൻ എന്ത് ചെയ്യണം റസൂലേ? ഈ സമയത്ത് ഞാൻ എന്ത് ചെയ്താലാണ് രക്ഷപ്പെടുക എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുമ്പോ പഠിച്ചു വെക്കണേ പ്രിയപ്പെട്ട മുസ്ലിമേ മുസ്ലിമത്തെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് മാതാപിതാക്കളുടെ അടുക്കലേക്ക് പോകണമെന്നല്ല, വിശുദ്ധമായ നമസ്കാരം നിലനിർത്തി പള്ളിയിൽ നിലകൊള്ളണമെന്നല്ല, ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് നിലകൊള്ളണമെന്നല്ല, മറിച്ച് റസൂലുള്ള പഠിപ്പിക്കുകയാണ്, ഉത്തുലുബിൽ ഇൽമാ, അറിവ് പഠിക്കണേ, പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്നവനാകണേ, പ്രവാചകന്റെ തിരുവചനങ്ങളിലേക്ക് നിന്റെ ജീവിതത്തെ കൊണ്ടുവരണേ, നീ പരിശുദ്ധമായ വിജ്ഞാനം പഠിക്കാൻ ഈ സമയം നീ വിനിയോഗിക്കണേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. തൊണ്ടക്കുഴി റൂഹ് ബിരിയാൻ ഇനി 1 മണിക്കൂർ മാത്രമാണ്, 60 മിനിറ്റുകൾ മാത്രം അവശേഷിക്കവേ ചെറുപ്പക്കാരൻ ഓടുകയാണ്. പ്രവാചകരോട് സലാം പറഞ്ഞ് കൈക്ക് പിടിച്ചുകൊണ്ട് മദീന പള്ളിയുടെ അകത്തലത്തിൽ വിജ്ഞാനത്തിന്റെ ശാഖോപശാഖകളിൽ ബന്ധപ്പെട്ട് നിലകൊള്ളുന്ന സഹാബത്തിന്റെ ഇൽമിന്റെ ഹൽക്കയിലേക്ക് സലാം പറഞ്ഞ് കയറിയിരുന്ന് ബഹുമാനപ്പെട്ടവർ ഇൽമ കരഗതമാക്കുകയാണ്. 1 മണിക്കൂർ കൃത്യം കഴിഞ്ഞപ്പോ നസല ഖാബിലുൽ അർവാഹ് മലക അസ്റായീൽ അലൈഹിസ്സലാം കടന്നു വരുകയാണ്. ആ ചെറുപ്പക്കാരൻ ആത്മാവിനെ വേർപെടുത്തുകയാണ്. ഇദാ ജാ അജലുഹാ ലാ യസ്തഖിറൂന സഅതാ വലാ യസ്തഖദിമൂൻ. മനുഷ്യാമാനവാ, നിന്റെ ആത്മാവിന് വേർപെടുത്തേണ്ട സമയമെത്തിയാൽ 1 സെക്കൻഡ് പോലും അല്ലാഹു മുന്തിക്കുകയോ 1 സെക്കൻഡ് പോലും പിന്തിക്കുകയോ ചെയ്യുകയില്ല. ഈ ദുനിയാവിൽ അമ്പരചുംബികളായി മണിമേട് കുളിച്ച് ഉല്ലസിക്കുന്നവരെ, മാളിക സൗധങ്ങൾ സുബഹി നമസ്കരിക്കാതെ കറന്നുറങ്ങുന്ന പ്രിയപ്പെട്ട സഹോദരിമാരെ, റീൽസുകൾ കണ്ടുകൊണ്ടും റീൽസ് കളിച്ചുകൊണ്ടും യൂട്യൂബിലൂടെ അശ്ലീലമാക്കപ്പെട്ട വീഡിയോകൾ കണ്ടുകൊണ്ടും കമന്റ് ചെയ്തുകൊണ്ടും മോശപ്പെട്ട തലത്തിലേക്ക് കണ്ണുകളെ കാതുകളെ ഹൃദയങ്ങളെ മലീമസമാക്കി നിലകൊള്ളുന്ന മുസ്ലിമേ മുസ്ലിമത്തെ, എപ്പോഴാണ് മരണം നമുക്ക് വരിക എന്നറിയില്ല. എല്ലാ സമ്പത്തും എനിക്കുള്ളതാണെന്ന് പറഞ്ഞ് പാപങ്ങളുടെ കണ്ണീരപ്പാതെ, നിരാലംബര കവലംബമാകാതെ, നിരാശർക്ക് ആശ്രയത്വം കൊടുക്കാതെ, സമ്പത്ത് മുഴുവനും എന്റെ കൈകളിൽ വേണമെന്ന് പറഞ്ഞ് എനിക്കാണ് അധികാരത്തിന്റെ പരമോന്നത പദവി വേണ്ടത് എന്ന് അഹങ്കരിച്ച് ഭൗതിക ലോകത്തെ ആഡംബരാസ്വാദനങ്ങളിൽ മുഴുകി ജീവിക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിമേ മുസ്ലിമത്തെ, എപ്പോഴാണ് മരണം വരിക എന്നറിയില്ല, ഏത് സെക്കൻഡിലാണ് വരിക എന്നറിയില്ല. ഒരു കാര്യം ഉറപ്പിച്ചു കൊള്ളണേ, വലയു അഖിറല്ലാഹു നഫ്സാ ഇദാ ജാ അജലുഹാ. ഏതൊരു സഹോദരനാണോ ഏതൊരു സഹോദരിയാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന സമയത്ത് അവൻ ആത്മാവിനെ എടുക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ, നിന്റെ ഉമ്മയുടെ ഗർഭാശയത്തിലേക്ക് 4 മാസം നീ പ്രായമെത്തുമ്പോൾ തന്നെ അല്ലാഹു ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് എന്നാണ് ഈ കുട്ടിയുടെ ശരീരത്തിൽ നിന്ന് ഞാൻ ഈ ഊതിയതാകുന്ന ആത്മാവിന് മലക്കുകൾ മുഖേന അല്ലാഹു പറഞ്ഞു വിട്ടു ഊതിയതാകുന്ന ആത്മാവിന് എപ്പോഴാണ് തിരിച്ചെടുക്കേണ്ടത് എന്നുകൂടി അല്ലാഹു അടയാളപ്പെടുത്തിയിട്ടുണ്ടത്രേ. മനുഷ്യ മാനവാ, നീ എത്ര വലിയ പണക്കാരനായിരുന്നാലും, എത്ര വലിയ പാവപ്പെട്ടവനായിരുന്നാലും, എത്ര വലിയ പൊക്കമുള്ളവനായിരുന്നാലും, എത്ര പൊക്കം കുറുകിയവനായിരുന്നാലും, എത്ര വെളുപ്പുള്ളവനായിരുന്നാലും, എത്രമേൽ കറുപ്പുള്ളവനായിരുന്നാലും, അവർണനായിരുന്നാലും സവർണനായിരുന്നാലും, അധികാരത്തിന്റെ പരമോന്നത പദവിയിൽ വിരാജിച്ചിരുന്നവനായിരുന്നാലും, ദരിദ്രയുടെ താരത്തട്ടിൽ നിലകൊണ്ടിരുന്നതാകുന്ന മനുഷ്യനായിരുന്നാലും, ആത്മാവിനെ വേർപെടുത്താൻ സമയമെത്തിയാൽ വലയു അഖിറല്ലാഹു നഫ്സാ,
അല്ലാഹു സുബ്ഹാനഹു വ തആല പണത്തിന്റെ പളവളപ്പ് പറഞ്ഞതുകൊണ്ടോ, രാജ്യത്തിന്റെ അധികാരി ആയതുകൊണ്ടോ, സമുദായത്തിന് നേതൃത്വം എന്ന നിലയ്ക്കോ, പള്ളിയിലെ ഇമാം ആയതുകൊണ്ടോ, മുദർരിസ് ആയതുകൊണ്ടോ, വായിലായതുകൊണ്ടോ, പ്രഭാഷണം കേൾക്കുന്നവനായതുകൊണ്ടോ, ശ്രോതാക്കളായതുകൊണ്ടോ ഒരു നിലയ്ക്കും അല്ലാഹു പരിഗണനയുടേതാകുന്ന ഭാഗമില്ല. ആത്മാവിനെ വേർപെടുത്തുകയാണ്, ആത്മാവിനെ വേർപെടുത്തുകയാണ്. പരിശുദ്ധയാകുന്ന സ്വാഭിവര്യനത 1 മണിക്കൂർ സമയം ആത്മാവിനെ വേർപെടുത്തുമെന്ന് പരിശുദ്ധ പ്രവാചകൻ ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന അറിയിപ്പ് കൊടുത്തു. വിജ്ഞാനത്തിന്റെ തോട്ടം തേടിക്കൊണ്ട് പോയതാകുന്ന സഹോദരന് ആ വിജ്ഞാനത്തിന്റെ പൂന്തോട്ടത്തിനകത്തിരുന്നു കൊണ്ട് മധുനുകരുമ്പോ ബഹുമാനപ്പെട്ട അസ്റായീൽ അലൈഹിസ്സലാം കടന്നു വരുകയാണ്, ആത്മാവിനെ വേർപെടുത്തുകയാണ്. സ്വഹാബത്ത് നബി തങ്ങളുടെ ചാരത്തെ കൂടുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, നബിയേ നബിയേ തുവഫിയ ദാലിക സഹാബിയു യാ ഹബീബല്ലാഹ്. ഏതൊരു മനുഷ്യനെ കുറിച്ചാണോ 1 മണിക്കൂർ മുമ്പ് തങ്ങൾ കമന്റിട്ടത്, നിങ്ങൾക്ക് 1 മണിക്കൂർ ആയുസുള്ളൂ എന്ന അള്ളാഹുവിന്റെ അറിയിപ്പുമായി ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറഞ്ഞത് വ്യക്തമായി തങ്ങൾ പറഞ്ഞു കൊടുത്തത് അതാ സംഭവിച്ചിരിക്കുന്നു റസൂലേ. അദ്ദേഹം ഇത് ആത്മാവിനെ വേർപെടുത്തിയിരിക്കുകയാണ്, അദ്ദേഹത്തിന്റെ ആത്മാവ് വേർപെട്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് പറയുകയാണ്, വിഷമിക്കണ്ട സഹാബ, ദുഃഖിക്കണ്ട സഹാബ, വിരഹത്തിലേക്ക് പോകണ്ട സഹാബ, ഇന്നഹു മിൻ അഹ്ലിൽ ജന്ന. അവസാന ശ്വാസം ഇൽമിന്റെ വഴിത്താരയിലേക്ക് ചെലവഴിച്ചതുകൊണ്ട് തന്നെ അദ്ദേഹം സ്വർഗത്തിലാണ് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ആത്മീയമാകുന്ന വഴിയിലേക്കാണ് അദ്ദേഹം അവസാന ശ്വാസം കൊണ്ടെത്തിച്ചത്. അതുകൊണ്ട് അദ്ദേഹം എവിടെയാണ്? സ്വർഗമാണ്. നബിയുനാ റസൂലുള്ളാഹി. നിങ്ങൾ ഇൽമിന്റെ മജ്ലിസിൽ ഇരിക്കുന്നത് 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ ഇരിക്കുന്നത്, 2 മണിക്കൂർ ഇരിക്കുന്നത് നിസ്സാരമല്ല. ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം ഈ സദസ്സിൽ വെച്ച് മരിച്ചാലും എങ്ങോട്ട് പോകും? സ്വർഗം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആണ് ഇൽമിന്റെ മജ്ലിസ്, ഇൽമിന്റെ പ്രാധാന്യമാണ് ഈ പറയുന്നത്. മക്കൾക്ക് ആത്മീയത കൊടുക്കണം. നമ്മുടെ മക്കൾ എത്ര പേര് എവിടെയുണ്ട്? ഈ സദസ്സിലുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇടത്തോട്ടും വലത്തോട്ടും തിരിഞ്ഞു നോക്ക്. നമ്മുടെ മക്കൾ എവിടെ? നമ്മുടെ ആൺകുട്ടികൾ എവിടെ? നമ്മുടെ പെൺകുട്ടികൾ ഭാര്യയോടൊപ്പം വന്നിട്ടുണ്ടോ? ഉമ്മയോടൊപ്പം വന്നിട്ടുണ്ടോ? ചിന്തിക്ക്. എനിക്കത് പഠിക്കാനുണ്ട്, ഇതുണ്ട്, ഹോംവർക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കളവ് പറഞ്ഞ് വീട്ടിനുള്ളിലിരുന്ന് കാമുകനും കാമുകിയുമായിട്ട് പരസ്യമായി ചാറ്റിംഗ് ചെയ്തിട്ട് സ്വന്തം ശരീരത്തെ മറ്റുള്ളവർക്ക് വേണ്ടി പണയം വെക്കുന്ന സമുദായമായി ഈ സമുദായത്തിന്റെ മക്കൾ മാറിയില്ലേ? അപ്പയും ഉമ്മയും വാല് കേൾക്കാൻ പോകുന്ന സമയത്ത് മറ്റുള്ളവരുമായിട്ട് ചാറ്റിങ്ങിലാണ്. അല്ലാഹു നമ്മുടെ മക്കളെ കാത്ത് സംരക്ഷിക്കട്ടെ. പാപ്പ മകനെ ചേർത്ത് പിടിക്കണം, പള്ളിയിലേക്ക് കൊണ്ടുപോകണം, ദീനിന്റെ മജ്ലിസിലേക്ക് കൊണ്ടുപോകണം. ദീനിന്റെ ശിആറുകൾ നടക്കുന്ന ഏതെല്ലാം സ്ഥലങ്ങളുണ്ടോ അവിടെയൊക്കെ മക്കളെ കൊണ്ടുവന്ന് കാണിക്കണം, പരിചയപ്പെടുത്തണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മക്കൾ SSLCയും +2 ഒക്കെ ജയിക്കുമ്പോൾ അവർക്ക് കൊടുക്കുന്ന ഓഫർ വലിയ വലിയ ആളുകൾ വലിയ കാറും ബൈക്കും വാങ്ങിച്ചു കൊടുക്കാൻ. സഹോദര, നിന്റെ പ്രിയപ്പെട്ട മകനെ മകളെ പരിശുദ്ധമായ മക്ക പരിചയപ്പെടുത്തിൻ, കഅബത്തുള്ള കാണിക്കിൻ, പരിശുദ്ധമാക്കപ്പെട്ട മദീന പരിചയപ്പെടുത്തിൻ, പുന്നാര ഹബീബായ നബി തങ്ങളെ കൊണ്ടുപോയി സിയാറത്ത് ചെയ്യൻ. മക്കളെ സാലിഹാകട്ടെ. 1 ലക്ഷം രൂപയുടെ താഴെയല്ലേ ഉള്ളൂ. നീ ഇവിടെ 10 ലക്ഷം രൂപയുടെ ബൈക്ക് വാങ്ങിച്ചു കൊടുക്കുന്നു, 10-15 ലക്ഷം രൂപയുടെ കാറ് വാങ്ങിയിട്ട് 18 വയസ്സുള്ളതാകുന്ന ആൺകുട്ടികളുടെ കൈവെള്ളയിലേക്ക് പെൺകുട്ടികളുടെ കൈവെള്ളയിലേക്ക് വാപ്പ സ്റ്റിയറിംഗ് വെച്ച് കൊടുക്കുന്നു. എന്തിനാണിതൊക്കെ? അപകടങ്ങൾ പെരുകുകയാണ്. കുട്ടികൾക്ക് വാഹനം കൊടുക്കണ്ട എന്നല്ല, പക്ഷെ കുട്ടികൾ ഇതൊക്കെ ഒരു ക്രൈസിന്റെ പുറത്ത് ആ ഒരു കാലഘട്ടത്തിൽ വല്ലാത്ത സ്പീഡിൽ ഓടിച്ച അപകടങ്ങൾ പെരുകാൻ. വാപ്പാടെ ഉമ്മാടെ പ്രതീക്ഷയ്ക്കൊത്തു ഉയരാൻ ഇന്നത്തെ തലമുറ പലരും തയ്യാറാകുന്നില്ല. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഈ അടുത്ത അഭിമാനം തോന്നിപ്പോയി. ഒരു വലിയതാകുന്ന ഒരു വീഡിയോ വൈറലായിരുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ. മകളോടൊപ്പം നീറ്റ് പരീക്ഷ എഴുതുന്നു ഒരു ഉസ്താദ് അവർക്ക്, അല്ലെ? ഒരു വാപ്പയും മകളും ഒരുമിച്ച് നീറ്റിന്റെ എക്സാം എഴുതുന്ന വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നല്ലൊരു തലമുറയല്ലേ? അങ്ങനെ വരണം. നമ്മുടെ തലമുറകളൊക്കെ അങ്ങനെ വരണം. 45-47 വയസ്സുള്ള പിതാവ് മുമ്പ് BA കഴിഞ്ഞിട്ട് വെറുതെ നിൽക്കാൻ മാന്യമായി നിലകൊണ്ട വ്യക്തിയാണ്. അദ്ദേഹം ഇപ്പൊ വീണ്ടും വിജ്ഞാനം പഠിച്ചിട്ട് എക്സാമിന് വേണ്ടി തയ്യാറായി. സ്വന്തം മകള് നീറ്റിന്റെ എക്സാം എഴുതുമ്പോൾ കൂടെ മകളോടൊപ്പം ചേർന്ന് കൊണ്ട് എഴുതി. സോഷ്യൽ മീഡിയയിലൊക്കെ വല്ലാതെ വൈറലായിരുന്നു. വിജ്ഞാനത്തിനൊരു പ്രായം തടസ്സമല്ല. അത് പറയാൻ വേണ്ടിയാണ് അത് ഓർമ്മപ്പെടുത്തി. നമ്മൾ പറയും എനിക്കിപ്പോ 35 വയസ്സായി, 40ആയി, അല്ലെ 45, 50ആയി, ഇനിയിപ്പോ ഞാൻ ഒന്നും പഠിക്കും. അങ്ങനെയല്ല. എപ്പോഴും നമുക്കെന്ത് വേണം? പഠനം വേണം. അല്ലാഹു തൗഫീഖ് തരട്ടെ.
വായന മതി, നല്ല വായന മതി, നല്ല പുസ്തകങ്ങൾ വായിക്കണം. നമ്മളെല്ലാ ദിവസവും സുപ്രഭാതം ചന്ദ്രിക ഫുള്ള് ഹിഫ്ള് ചെയ്യാൻ രാവിലെ എഴുന്നേറ്റിട്ട് ഫുള്ള് മനഃപ്പാടമാക്കും. വായന വേണം. അതിന്റെ എഡിറ്റോറിയൽ പേജ് വായിക്കണം, ആനുകാലിക വിഷയങ്ങൾ അറിയണം. ഒരു ദിവസം പോലും ഒരു പത്രം പോലും ഒഴിവാക്കാൻ പാടില്ല, എല്ലാ വാർത്തകളും അറിയണം. പഴയ കാലത്ത് ഉമ്മമാര് തന്നെ ഇപ്പോഴും വായിക്കാൻ അറിയില്ലെങ്കിൽ അടുത്തിരിക്കുന്നവരോട് വായിച്ചു തരാൻ പറയും. അങ്ങനെയെങ്കിലും ഒരു വിജ്ഞാനം കരഗതമാക്കും. നമ്മളിതെല്ലാം അറിയാമെങ്കിൽ പോലും പുതിയ തലമുറ വായിക്കുന്നില്ല. എപ്പോഴും ഫേസ്ബുക്ക്, വാട്സാപ്പ്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, ട്വിറ്റർ ഇങ്ങനെ നടക്കുകയാണ് നമ്മുടെ തലമുറ. സോഷ്യൽ മീഡിയ കടന്ന് വരികയാണ്. ന്യൂസൊക്കെ കിട്ടുമല്ലോ എന്നാ പറയുന്നത്. എല്ലാ ന്യൂസും കിട്ടുമൊന്നുമില്ല. മൊബൈലിനകത്തൊന്നും എല്ലാ ന്യൂസും അങ്ങനെ എത്തിപ്പെടുമൊന്നുമില്ല. ന്യൂസ് കറക്റ്റ് വായിക്കുന്നതും കേൾക്കുന്നതും രണ്ടും രണ്ടാണ്. വായനാശീലത്തിലൂടെ വിജ്ഞാനം ഒന്നുകൂടി ഉറയ്ക്കും, സംസാരത്തിന്റെ വൈഭവം നന്നാവും. വായനാശീലം കൊണ്ട് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പുതിയ തലമുറയെ നന്നാക്കിയെടുക്കാൻ വായന ഉപകരിക്കും. 3 കാര്യങ്ങൾ പാശ്ചാത്യരെ കണ്ട് നമ്മൾ പഠിക്കണം. നമ്മളും പഠിക്കണം, നമ്മുടെ തലമുറയും പഠിക്കണം. ബാക്കിയുള്ളതിലൊക്കെ പാശ്ചാത്യരെ ഒഴിവാക്കണം. 3 കാര്യങ്ങൾ അവരിൽ നിന്ന് പഠിച്ചെടുക്കണം. 1, അവർ നല്ല യാത്ര പോകും. സമ്പത്ത് വെറുതെ ഇങ്ങനെ അട്ടിക്ക് വെച്ചേക്കല്ല. നമ്മൾ സമ്പത്ത് കൊണ്ട് നിലമാരിക്കകത്ത് വെച്ച് അതിൻ്റെ താക്കോല് കഴുത്തിയിട്ടുണ്ടോ അതിന് വന്നിരിക്കുകയാണ്. 5 പൈസ ആർക്കും കൊടുക്കത്തുമില്ല. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. ആമീൻ പറയും. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. കാശുണ്ടായിട്ട് കാര്യമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? നല്ല യാത്ര, ദീനിന് ഉപകരിക്കുന്ന യാത്ര. വെറുതെ ആവശ്യമില്ലാതെ ദുർത്തും ദുർവ്വയം അതല്ല. ഇപ്പൊ വെക്കേഷൻ സമയം കുടുംബവും ഒന്നിച്ച് എവിടെയെങ്കിലും യാത്ര പോയോ? എങ്ങും പോയില്ല. ചൂടല്ലേ ഉസ്താദെ. 2 AC 2 റൂം ഫിറ്റ് ചെയ്ത് 24 ഇട്ടിട്ട് നല്ല റാഹത്തായിട്ട് കയറി ഹാജരതിനകത്തിരുന്ന് ബില്ല് വന്നപ്പോൾ തല ഇറങ്ങി. ഉടനെ ഫേസ്ബുക്ക് ലൈവ് ചെയ്യാൻ തുടങ്ങി. 12,000 രൂപ ലൈവ് ബില്ല്. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. അല്ലേ? ഇപ്രാവശ്യത്തെ ബില്ല് അങ്ങനെയല്ലേ? അതെ. അടുത്ത പ്രാവശ്യത്തെ എങ്ങനെയായിരിക്കും? ഈ വെക്കേഷൻ ആയതുകൊണ്ട് എല്ലാവരും വീട്ടിലുണ്ടല്ലോ. എല്ലാവരും AC ഫിറ്റ് ചെയ്ത് നല്ല ആർമാദിക്കാണ്, നല്ല റാഹത്തായിട്ട് അവിടെ തന്നെ ഇരിക്കുക. ഇടയ്ക്കൊന്നും ഫാമിലിയെ ഒന്ന് കൊണ്ടുപോയിട്ട് അവരുടെ മനസ്സിലും ഉണ്ടല്ലോ താല്പര്യം. എന്തുകൊണ്ടാണ് ഈ കുടുംബ ബന്ധങ്ങളൊന്നും ഇപ്പോഴൊക്കെ നൈമിഷ്യമായി പോകുന്നത്? കുറഞ്ഞ കാലത്തേക്കേ ഉള്ളൂ. ഭയങ്കര റാഹത്തായിട്ടാണ് കല്യാണമൊക്കെ നടത്തുക. പൊടി പൊടിച്ച കല്യാണം അല്ലേ? എത്ര ദൂർത്തും ദുർവയാണ്. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ഭയങ്കര ദൂർത്തല്ലേ കല്യാണത്തിന്റെ വിഷയത്തിൽ നടക്കുന്നത്. അള്ളാഹുവേ ഞങ്ങളെ നീ കാത്തു സംരക്ഷിക്കണേ അല്ലാ, നീ കാക്കണേ അല്ലാ. സദ്യക്ക് സമയം എത്തിയാൽ കേൾക്കുന്നതാ വിഭവങ്ങളെല്ലാം പലതരം ഇവിടുള്ളതാ. സദ്യക്ക് സമയം എത്തിയാൽ കേൾക്കുന്നതാ വിഭവങ്ങളെല്ലാം പലതരം ഇവിടുള്ളതാ. ബിരിയാണി വേണ്ടവർ പോകണേ തെക്കോട്ട്, നെയ്ച്ചോറിനാഗ്രഹമുള്ളവർ വടക്കോട്ട്, വെറും ചോറും കറിയും പ്രഥമനും കിഴക്കോട്ട്, പോകേണ്ടതാണേ കൈ കഴുകുവാൻ താഴോട്ട്. ആർക്കെവിടെയും നോക്കാം, കടക്കാം, രസിക്കാം, സ്ത്രീകൾക്ക് സ്വർഗം തന്നെയായി കണക്കാക്കാം. പണമുള്ളവൻ പേക്കൂത്തുകൾക്കിന്നടിമയാ, കല്യാണമത് നടമാടുവാനൊരു വേദിയാ. കറക്റ്റാണ്. എൻ്റെ ഉമ്മാടെ ഉപ്പ കൂടിയാണ് ബഹുമാനപ്പെട്ട മർഹൂം തഴവ ഉസ്താദ്. അള്ളാഹുവിടുത്തെ ദറജ ഉയർത്തുമാറാവട്ടെ. എൻ്റെ വല്യുപ്പ അവര് രചിച്ചതാണ് അൽ മവാഹിബുൽ ജലിയ. ഈ പദ്യങ്ങളൊക്കെ അവരുടേതാണ്. അവര് വഫാത്തായിട്ട് 25 വർഷമായി. എത്ര വർഷമായി? 25 വർഷം. അതിനും 20-25 വർഷങ്ങൾക്ക് മുമ്പ് എഴുതി പൂർത്തീകരിച്ചതാണ് അൽ മവാഹിബുൽ ജലിയ. അഥവാ 50 കൊല്ലം പഴക്കമുണ്ട്. ആ 50 കൊല്ലം ഇപ്പുറത്തേക്ക് നോക്കുമ്പോൾ ഇന്ന് നമ്മുടെ കാലഘട്ടത്തിൽ നടക്കുന്നതിലേക്ക് നോക്കി പറഞ്ഞതുപോലെ ഒരു കറാമത്തിന്റെ എഴുത്താണ് ബഹുമാനപ്പെട്ടവരായി എഴുതിയത്. മൊത്തം കറക്റ്റാണ് അല്ലേ? സദ്യക്ക് സമയം എത്തിയാൽ കേൾക്കുന്നതാ വിഭവങ്ങളെല്ലാം പലതരം ഇവിടുള്ളതാ. ബിരിയാണി വേണ്ടവർ പോകണേ തെക്കോട്ട്, നെയ്ച്ചോറിനാഗ്രഹമുള്ളവർ വടക്കോട്ട്, വെറും ചോറും കറിയും പ്രഥമനും കിഴക്കോട്ട്, പോകേണ്ടതാണ് കൈ കഴുകുവാൻ താഴോട്ട്. സംഭവം നല്ല രസകരമായിട്ടാണ് എഴുതിയിരിക്കുന്നത്, സരളമായിട്ട്. പക്ഷെ മനസ്സിനെ വല്ലാതെ പിടിച്ചു കുലുക്കും. കറക്റ്റ് അല്ലേ? ഒരു കല്യാണത്തിന് ഓഡിറ്റോറിയത്തിലോട്ട് ചെന്നു, ആചാരെ എന്താ കഴിക്കുന്നത്?
ആചാര്യ ഷുഗർ വന്ന് ഷുഗർ 600-ലാണെങ്കിൽ കുഴപ്പമില്ല, മയ്യത്താകുന്ന മട്ടൻ കഴിച്ചിട്ടാകട്ടെ. ആചാര്യ മട്ടൻ കഴിക്കാൻ പോവുക. പിന്നെ ഇന്നും അങ്ങനെ കല്യാണത്തിന് അടിച്ചിട്ട് വന്നിട്ടില്ലേ? ഇല്ല, കൊള്ള നല്ല കുട്ടൻ ബിരിയാണി റാഹത്തായിട്ട് വേഗം അറ്റാക്ക് വന്ന് തീരണമെങ്കിൽ അത് സ്ഥിരമായിട്ട് കഴിച്ചാൽ മതി. അള്ളാഹു നമ്മളെ സാരീങ്ങൾ ചേർക്കട്ടെ. എല്ലാവരും നല്ല റാഹത്തായിട്ട് കഴിച്ചിട്ട് മതി. അതായിരുന്നു ഉറങ്ങുന്നത്. നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും ഉറക്കമാണ് വേഗം. എല്ലാവരും ഒരു ക്ഷീണമുണ്ട്, മഴയൊക്കെ പെയ്യുന്നുള്ളതുകൊണ്ട് കുറച്ചുപേരൊക്കെ ആബ്സെൻ്റാണ്. അള്ളാഹു നമ്മളെ സാരീങ്ങൾ ചേർക്കട്ടെ. ഭക്ഷണം പറഞ്ഞപ്പോൾ എന്താ ഉഷാർ, എല്ലാവരുടെയും മുഖത്ത് പുഞ്ചിരി വന്ന്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, നമ്മളെല്ലാം അള്ളാഹു കബൂലാക്കട്ടെ. നല്ല ഭക്ഷണം നൽകുന്നവരും ഭക്ഷണപ്രിയരും ആലിമീങ്ങളെ മുത്തലിമീങ്ങളെ നല്ലതുപോലെ സൽക്കരിക്കുകയും ഒക്കെ ചെയ്യുന്നതാകുന്ന ആളുകളാണ് മലപ്പുറം ജില്ല. മറ്റു ജില്ലകളെക്കാളേറെ അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. സൽക്കാരപ്രിയരാണ് എന്നല്ല, ലക്ഷക്കണക്കിന് ആലിമീങ്ങളെ വാർത്തെടുത്ത ഒരു നാടാണ് മലപ്പുറം ജില്ല. മറ്റൊരു ജില്ലയും ഇത്രമേൽ ആളുകളെ വാർത്തെടുത്തിട്ടുണ്ടാവൂല. ഒരുപാട് ആലിമീങ്ങൾക്ക് അള്ളാഹു കബൂലിയത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു കബൂലിയത്ത് നൽകട്ടെ. അതൊക്കെ നമ്മുടെ അതേ നേരത്തെ പറഞ്ഞത്, നമ്മുടെ പൂർവ്വസൂരികളാകുന്ന ഉമ്മമാര്, നമ്മുടെ ഉപ്പമാര് നമുക്ക് കൈമാറി തന്നത് ആ ഒരു ദീനാണ്. ഇപ്പൊ ഈ സദസ്സിൽ നോക്ക്, വെള്ള വസ്ത്രം ധരിച്ച ശുഭവസ്ത്രധാരികളാകുന്ന ആളുകൾ ധാരാളമുണ്ട്. എന്താ കാരണം? അവർക്ക് കിട്ടിയ ആത്മീയതയാണ്. വെള്ള വസ്ത്രത്തിന് വലിയ സ്ഥാനമാണ്. അഹബ്ബു സിയാബ് ഇലല്ലാഹിൽ ബയാൽ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്ത്രം വെള്ളയാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അള്ളാഹുവിനും റസൂലിനും ഇഷ്ടപ്പെട്ട ആ വസ്ത്രമാണ് ഇന്ന് ഈ സദസ്സിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ധരിച്ചിരിക്കുന്നത്. അൽഹംദുലില്ലാ. ഇതൊരു മറ്റൊരു ജില്ലയിൽ നോക്കിയാൽ ഇത്രമേൽ കാണാൻ പറ്റൂല, ഇത്രമേൽ കാണപ്പെടുകയില്ല. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. പക്ഷേ ഈ ഒരു വസ്ത്രം നമ്മുടെ പുതിയ തലമുറയ്ക്ക് നമ്മൾ വാങ്ങിക്കൊടുക്കുന്നുണ്ടോ? അതുകൂടി ചിന്തിക്കണം. നമ്മൾ നമ്മുടെ മക്കളെ കൂടി ഈ വസ്ത്രം പരിചയപ്പെടുത്തണ്ടേ? അവൻ ആ കറുത്ത വസ്ത്രം ഇട്ടാണ് കല്യാണത്തിന് വരെ പോകുന്നത്. കാരണം എന്താ? കൂട്ടുകാരെല്ലാം കറുപ്പിടുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ അവനും അതേപോലെ ഡ്രസ് കോഡാണ്. എത്രയാണ് ദൂരത്ത് കല്യാണത്തിന്റെ പേരിൽ ആർഭാടകരമാകുന്ന കല്യാണം, 3-4 ദിവസം നീണ്ടു നിൽക്കുന്ന കല്യാണം, സുഭിക്ഷമാകുന്ന ഭക്ഷണം കൊണ്ട് വിളയാടുന്ന കല്യാണം, ഒക്കെ ബൊഫേ സംസ്കാരത്തിലേക്ക് പോയി. നിന്നുകൊണ്ട് തിന്നുകയും കുടിക്കുകയും ചെയ്യുന്ന തലമുറ. ഒന്നിരുന്ന് കഴിക്കാൻ പറയുന്നവനെ വെറുക്കുന്ന കാലഘട്ടം. ഒന്നിരുന്ന് കഴിക്കട്ടെ എന്ന് പറയുന്നവനോട് വെറുപ്പായി. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. മൻ ശരിബൽ മാഅ ഖായിമൻ ഇബ്തലാഹു അല്ലാഹു ബിബലാഇൻ ലാ ദവാ ലഹു സയ്യിദുനാ റസൂലുള്ളാഹി. നിന്നുകൊണ്ടൊരാൾ വെള്ളം കുടിച്ചാൽ, സംസം വെള്ളമാണെങ്കിൽ പോലും ഇരുന്നാണ് കുടിക്കേണ്ടത്. ഷാഫി മദ്ഹബിലെ ആധികാരിക ഗ്രന്ഥങ്ങൾ പരിചയപ്പെടുത്താൻ അങ്ങനെയാണ്. ചിലർ സംസം വെള്ളം കാണുമ്പോൾ നിന്ന് കുടിക്കും. നബി നിന്ന് കുടിച്ചില്ലേ? അതൊക്കെ വിശദീകരിച്ചിട്ടുണ്ട് ഫുഖഹാക്കൾ. നബി നിന്ന് കുടിച്ചത് റുഖ്സയായിട്ട് ഇളവ് കാണിക്കാൻ, കാരണം തിക്കും തിരക്കുമുള്ളതാകുന്ന ആ ഘട്ടത്തിൽ അങ്ങനെ ചെയ്യാം എന്നതിലേക്കൊരു സൂചികയായിട്ട് തന്നതാണ്. അല്ലാതെ പ്രവാചകന്റെ വാക്കാണ് അവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. മൻ ശരിബൽ മാഅ ഖായിമൻ ഇബ്തലാഹു അല്ലാഹു ബിബലാഇൻ ലാ ദവാ ലഹു. നിന്നുകൊണ്ട് വെള്ളം പാനം ചെയ്താൽ അവന് മരുന്നില്ലാത്ത രോഗം കൊണ്ട് പരീക്ഷിക്കും അല്ലാഹുവെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഹദീസാണ്. അതല്ല ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. 18 ലക്ഷം രൂപ, 18 കോടി രൂപയുടെയൊക്കെ ഇഞ്ചക്ഷൻ എടുത്തിട്ട് നമ്മുടെ മക്കൾക്ക് രോഗം ശമനം വരുന്നില്ല. ചെറിയ കുട്ടികൾക്ക് മാരകമായ രോഗം വരികയാണ്. ഒരു ഇഞ്ചക്ഷന്റെ വിലയാണ് പറയുന്നത്. എത്രയാണ്? 18 കോടി രൂപ. നമ്മുടെ നാട്ടിൽ കണ്ടില്ലേ? അതിനുവേണ്ടിയൊക്കെ ആളുകൾ പിരിവ് നടത്തിയില്ലേ? എന്നിട്ടും കുട്ടികൾ മരണപ്പെട്ടു പോയില്ലേ? ചിന്തിക്ക്. ഈ സമുദായം എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? എന്തുകൊണ്ട് ഉണരുന്നില്ല? അതുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നന്ദി പ്രകാശനമുള്ളവരാക്കി പുതിയ തലമുറയെ ആത്മീയതയിൽ നിഴലിച്ചുകൊണ്ട് വിജ്ഞാനം പകർന്നു കൊടുക്കൻ. ധൂർത്തും ദുർവയവും പഠിപ്പിക്കരുത്. വെള്ളം കിട്ടാതെ വലിയാണ് ആളുകൾ, പ്രയാസപ്പെടുകയാണ്. മക്കൾ ഇപ്പോഴും ധൂർത്തടിക്കാണ് വെള്ളം. മക്കൾക്ക് ഉപദേശം കൊടുക്കണം. വീട്ടിലെ ഷവറൊക്കെ തുറന്നു വെച്ചാൽ മണിക്കൂറുകളാണ് അത് ഉപയോഗശൂന്യമായിട്ട് വെള്ളം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് വെള്ളം ഉപയോഗിക്കേണ്ടത് ബക്കറ്റിൽ തന്നെയാണ്. അര ബക്കറ്റ് വെള്ളം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുളിക്കുമായിരുന്നു. ഹദീസിൽ കാണാം. ഒരു സാഅ് വെള്ളം കൊണ്ട്. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. അര ബക്കറ്റ് വെള്ളമാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ളത് വലിയ ബക്കറ്റാണ്. അങ്ങനത്തെ ബക്കറ്റും അല്ല. സാദാ സീത ഒരു ബക്കറ്റ് എടുത്താൽ അതിന്റെ അര ബക്കറ്റ് വെള്ളം കൊണ്ട് നബിതങ്ങൾ കുളിക്കും. നമ്മൾ പറയും, ഓ ആ കുളിയൊന്നും ശരിയാവൂല ഉസ്താദേ, നല്ല റാഹത്തായിട്ട് കുളിച്ചിട്ടുണ്ടാവൂല. നമ്മൾ വാഷ്റൂമിൽ കാര്യം സാധിക്കാനിരിക്കുമ്പോൾ പൈപ്പിലെ മോട്ടറിൽ വെള്ളം തീർന്നു പോകണം ടാങ്കിൽ. ആരും സഹായിക്കാനും ഇല്ല. അപ്പോൾ കൊണ്ട് പൈപ്പിനകത്ത് നിന്ന് ഒരു കപ്പ് വെള്ളം ഇങ്ങനെ റാഹത്തായിട്ട് കിട്ടി. കഴുകി ഇറങ്ങുമോ? നല്ല അടിപൊളിയായിട്ട് കഴുകിയിട്ട് ബാക്കി കാൽഭാഗം മിച്ചം ഉണ്ടാവും. പെടണം, അപ്പോഴേ പഠിക്കുക. നമ്മളിത് പെടുന്നില്ല. നമുക്കിപ്പോഴും നല്ല റാഹത്താണ്. കാരണം വാപ്പ ഗൾഫിൽ നിന്ന് കഷ്ടപ്പെട്ട് ഇഷ്ടംപോലെ കാശുണ്ടാക്കി ഇഷ്ടംപോലെ വെള്ളം ടാങ്കിൽ അടിച്ച് കയറ്റിയിട്ടിട്ടുണ്ട്. റാഹത്താണ്. ആർക്കും ഒരു കുഴപ്പമില്ല. കഷ്ടപ്പാട് മുഴുവൻ വാപ്പാക്കല്ലേ, നമുക്കൊരു കുഴപ്പമില്ല.
കിണറി ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കുമ്പോൾ വെള്ളം ഒരു തടിയും കൂടെ ഉണ്ട്, എന്നാൽ പിന്നെ കിടക്കട്ടെ. മോട്ടർ ഇട്ട് ഫുള്ള് വലിച്ചു കയറ്റി ഇഷ്ടം പോലെ അങ്ങ് ആറുമാതിക്കുക. ഈ ഒരു സ്വല്പം മഴയും ഈ ഒരു സന്തോഷവും അള്ളാഹു ഇടയ്ക്ക് നമുക്ക് നൽകിയില്ലെങ്കിൽ ഇതിങ്ങനെ ഈ ചൂടിങ്ങനെ നിലനിന്ന് പോയാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്താ ഈ പറയുന്ന റബ്ബിന്റെ സൃഷ്ടിപ്പ് എന്താണ്? നമ്മൾ ഈ സംസാരിക്കുന്ന ഇതേ സമയത്ത് തന്നെ 2 മാസം നമുക്കിവിടെ വെയിൽ വന്നപ്പോൾ തന്നെ നമ്മുടെ വെള്ളം തടാകം മുഴുവനും വറ്റിപ്പോയി. ഭാരതപ്പുഴ കവിഞ്ഞൊഴുകിയിരുന്നത് ജലപ്രളയത്താൽ 2018 19 ഒക്കെ നിറഞ്ഞ് കവിഞ്ഞൊഴുകിയതാകുന്ന ഭാരതപ്പുഴ ഇന്ന് പോയി നോക്കണം. ആളുകൾ അതിന്റെ അങ്ങേയറ്റത്ത് പോയിട്ട് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുക. ഒരു തുള്ളി വെള്ളമില്ല. കിണറിലെ വെള്ളം പോയി, കുളങ്ങൾ വറ്റിപ്പോയി, ഒരു തുള്ളി വെള്ളം എവിടെയില്ല. എല്ലാം അള്ളാഹു വറ്റിച്ചു കളഞ്ഞിരിക്കുക. 2 മാസം ചെറിയൊരു വെയിൽ തന്നപ്പോ. എന്നാ വലിയ വെയിലാണോ? ഇതൊന്നും അല്ല. മറ്റുള്ള രാജ്യങ്ങളിലും മറ്റുള്ളതാകുന്ന സ്ഥലങ്ങളിലും ചേർത്ത് നോക്കുമ്പോൾ ഇതൊന്നും ഒന്നുമല്ല. എങ്കിൽ പോലും നമ്മൾ പറയും ഗൾഫിലെ ചൂട് പോലെയല്ല ഇവിടുത്തെ ചൂട്, വല്ലാതെ പുഴുങ്ങിയെടുക്കാൻ. 13ഓളം ആളുകളാണ് ഈ വർഷം നമ്മുടെ സംസ്ഥാനത്ത് തന്നെ മരണപ്പെട്ടത് ഈ ഒരു ചൂടേറ്റിട്ട്. ഈ അടുത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പത്തനംതിട്ടയിലെ പെരുമ്പിട്ട എന്ന് പറയുന്ന ഒരു ദേശത്ത് ഒരു പ്രായം ചെന്നതാകുന്ന ഹൈദ്രോസ് മുസ്ലിയാർ എന്ന് പറയുന്ന വ്യക്തി കുപ്പിയും പാട്ടയും ഒക്കെ പറക്കി ഉപജീവന മാർഗം നയിച്ചിരുന്നതാകുന്ന ഒരു പാവപ്പെട്ടതാകുന്ന ഒരു സഹോദരൻ, 90 വയസ്സിന് മുകളിലുള്ള വ്യക്തി, അദ്ദേഹത്തിന്റെ ഭാര്യയാകുന്ന അന്ധയാകുന്ന പ്രിയപ്പെട്ടതാകുന്ന ഭാര്യ 85 വയസ്സുണ്ട്. രണ്ടുപേരും ഒരു ചെറിയ കുടിലാണ്, ചെറിയൊരു പുരയിലാണ് വസിക്കുന്നത്. രണ്ടുപേരും മരണപ്പെട്ടു പോയ വിവരം നാട്ടുകാരറിയുന്നത് 2 ആഴ്ച കഴിഞ്ഞിട്ടാണ്. ആ വീട്ടിനുള്ളിൽ മരിച്ചു കിടക്കാൻ ദുർഗന്ധം പുറത്തേക്ക് വമിക്കുന്നത് കണ്ടിട്ടാണ് ആളുകൾ ജനൽ പൊളിച്ചു നോക്കുമ്പോൾ മരിച്ചു കിടക്കുന്നതായിട്ട് കണ്ടത്. പോലീസുകാരെ ഇവരറിയിച്ചു. ഇപ്പൊ ഈ അടുത്ത് ന്യൂസിൽ വന്നാണ്, 5 ദിവസമായിട്ടുള്ളൂ ന്യൂസ് വന്നിട്ട്. കാരണം അന്വേഷിച്ചപ്പോൾ പറയുന്നത് എന്തെന്ന് പറഞ്ഞാൽ ചൂട് മൂലം പ്രയാസപ്പെട്ട് വെള്ളം പോലും കിട്ടാതെ ആയി മരണപ്പെട്ടതാണ്. ഒരാൾ നോക്കാനില്ലാതെ. ആലോചിക്കുക, അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിലുള്ള ഒരു കഥയല്ല ഞാനിനി പറയുന്നത്, അല്ലെങ്കിൽ തുർക്കിയിലെ ഇസ്താംബൂളിൽ ഒരു വ്യക്തി മരണപ്പെട്ടു പോയതിൻ്റെ ഒരു കഥയല്ല ഞാനീ പറയുന്നത്, മറ്റൊരു രാജ്യത്തെ കഥയല്ല, നമ്മുടെ സ്വന്തം നാട്ടിൽ നടക്കുന്ന കഥകളാണ് ഈ പറയുന്നത്. ഒരാൾ പോലും വെള്ളം കൊടുക്കാനില്ലാതെ പ്രയാസപ്പെട്ട് ഹൈദ്രോസ് മുസ്ലിയാൻ എന്ന് പറയുന്ന പാവപ്പെട്ട ഒരു മനുഷ്യൻ, അദ്ദേഹം എല്ലാ ജുമഅയ്ക്കും പ്രായാധിക്യം വകവെക്കാതെ 90-ന് മുകളിൽ പ്രായമുള്ള ആ മനുഷ്യൻ വായ്പൂർ എന്ന് പറയുന്നതാകുന്ന കോട്ടയം ജില്ലയിലെ പള്ളിയിലേക്ക് ജുമഅയ്ക്ക് വേണ്ടി വടിയും കുത്തിപ്പിടിച്ച് പാവപ്പെട്ട ആ സഹോദരൻ വരാറുണ്ട്. 2 ആഴ്ചയായിട്ട് കാണുന്നില്ല. അങ്ങനെയാണ് അന്വേഷണം തുടങ്ങിയത്. അന്വേഷിച്ച് വീട്ടിലെത്തിയപ്പോൾ നോക്കുന്നത് 2 പേരും മരിച്ചു കിടക്കാൻ. ആദ്യം ഭർത്താവ് മരിച്ചു കാണും. ആ ഭർത്താവാണ് ഭാര്യയുടെ കാര്യങ്ങൾ നോക്കിയിരുന്നത്. 85 വയസ്സുള്ള ഭാര്യയാണ്, അന്ധയാണ്, കണ്ണിന് കാഴ്ചയില്ല. അവർക്കും വെള്ളം എടുത്തു കൊടുക്കാനൊന്നും ആരുമില്ല. അവസാനം അവർ അവിടെ കടന്ന് നരകിച്ച് മരിക്കണം. ആലോചിച്ച് നോക്ക് നിങ്ങൾ. ദുനിയാവിൽ അള്ളാഹു ചിലർ കൊടുക്കുന്ന പരീക്ഷണം ഒരുപക്ഷെ ആഖിറത്തിന് ഉന്നത വിജയമായിരിക്കും. അള്ളാഹുരുടെ ദറജ ഉയർത്തുമാറാവട്ടെ. ആരുമില്ല, അയൽവാസികളില്ല, നാട്ടുകാരില്ല, എല്ലാവരും അറിയുന്നത് പുറത്തേക്ക് ദുർഗന്ധം വന്നപ്പോഴാണ്. നടന്നത് ഈ അടുത്താണ്. പത്തനംതിട്ടയിലെ പെരുമ്പിട്ടയിൽ നടന്ന സംഭവം എല്ലാ മീഡിയയും കവർ ചെയ്തു എന്ന വാർത്തയായിരുന്നു ഞാനീ പറയുന്നത്. ചൂട് കാരണം അത്രമേൽ കഠിനമാകുന്ന ചൂട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി പരീക്ഷിക്കുന്നു. എന്നാൽ ഇതേ സമയത്ത് തന്നെ മക്കയിലെ പരിശുദ്ധമാക്കപ്പെട്ട കാബയുടെ പരിസരത്തുള്ള സംസം കിണറിലേക്കൊന്ന് നോക്കിൻ. അള്ളാഹു നൽകുന്ന അത്ഭുതം എത്രയാണ്! അതിൻ്റെ ഉറവ് പൊട്ടിയ അന്ന് മുതൽക്ക് ഇന്ന് വരെ ടൺ കണക്കിനാണ് അതിൽ നിന്ന് വെള്ളം ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ലിറ്റർ കണക്കിന്. എത്ര ലിറ്ററാണ്? കോടിക്കണക്കിന് ലിറ്റർ ഇപ്പോൾ അവിടുന്ന് തന്നെ സംഭരിച്ചു കഴിഞ്ഞു. ഇപ്പോഴും സംഭരിച്ചു കൊണ്ടിരിക്കുന്നു. മോട്ടറുകൾ ധാരാളം വെച്ച്, വലിയ പവറുള്ള മോട്ടോർ വെച്ച് അടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സെക്കൻഡ് ബൈ സെക്കൻഡിൽ 1000 ലിറ്റർ പരം വെള്ളം ഇങ്ങനെ വന്ന് ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ, നമ്മുടെയൊക്കെ വീടിന്റെ അകത്തളങ്ങളിൽ പോലും കിണറിൽ വെള്ളമില്ലെങ്കിലും സംസം വെള്ളത്തിന്റെ ഒരു ബോട്ടിലുണ്ടാവും. നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും വീട്ടിൽ. ഇങ്ങനെ ലോകത്തുള്ള മുഴുവൻ മുസൽമാന്റെയും വീട്ടിൽ വെള്ളം എത്തിച്ചിട്ട് പോലും ഇന്നും അവിടെ ഒരു തരി പോലും, ഒരല്പം പോലും വെള്ളം കുറഞ്ഞിട്ടില്ല. ഒരാൾക്ക് ഇസ്ലാം സ്വീകരിക്കാൻ ഇതിനേക്കാൾ വലിയ പാഠം എന്താണ് സഹോദരങ്ങളെ? പഠിക്കുകയാണെങ്കിൽ എല്ലാവരും മസിൽ പിടിച്ചിട്ടിരിക്കല്ലേ. പഠിക്കുകയാണെങ്കിൽ ഒരാൾക്ക് ഇസ്ലാം മതം സ്വീകരിക്കാൻ ആർക്കാണ് ഇവിടെ തടസ്സം? ആർക്കാണ്? അതുകൊണ്ടല്ലേ മാധവിക്കുട്ടി അമ്മയൊക്കെ കമലാസുരയ്യ എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് അറിവിന്റെ ആഴിയിൽ സഞ്ചരിച്ചവരൊക്കെ, വായനാശീലമുള്ളവർ, അവർ വായിച്ചു മനസ്സിലാക്കിയപ്പോൾ പരിശുദ്ധ ഇസ്ലാം ശരിയാണെന്ന് മനസ്സിലായി. തിരുവനന്തപുരത്തുള്ളതാകുന്ന ആ സഹോദരി പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വന്ന് തിരുവനന്തപുരം ജില്ലയിലെ തന്നെ പ്രസിദ്ധമായ പള്ളിയുടെ ഖബർസ്ഥാനിൽ ഇന്നും അവർ അന്ത്യവിശ്രമം കൊള്ളുകയാണ്. മാധവിക്കുട്ടി അമ്മ എല്ലാവർക്കും അറിയാം, ഒരുപാട് പുസ്തകങ്ങൾ രചിച്ചവരാണ്, വായനാശീലം കൊണ്ട് എത്തിപ്പെട്ടതാണ്. അപ്പൊ നല്ല പുസ്തകങ്ങൾ വായിക്കണം,
നല്ല യാത്ര പോകണം ഒന്ന്, രണ്ടാമതായി നല്ല പുസ്തകങ്ങൾ വായിക്കണം. പാശ്ചാത്യരുടെ ശൈലിയാണ് ഈ പറയുന്നത്. അവർക്ക് 3 നല്ല ശൈലികളുണ്ട്. ഒന്ന്, നല്ല യാത്ര പോകും, കുടുംബവും ഒന്നിച്ച് നല്ല യാത്ര പോകും. വെക്കേഷൻ സമയമാണ്, ഒരുപാട് ദിവസം വേണ്ട, 1-2 ദിവസം, ഒന്നില്ലെങ്കിൽ നമ്മുടെ ഒരു ഫാമിലി ടൂർ തന്നെ, നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ ഒരു സന്ദർശനം. പ്രായാധിക്യം ചെന്ന ആളുകളുണ്ട്, നമ്മുടെ ബന്ധുക്കളുണ്ട്, അത് അകന്ന ബന്ധുവാകട്ടെ അടുത്ത ബന്ധുവാകട്ടെ, രക്തബന്ധുക്കളേക്ക് ഒന്ന് സന്ദർശനം നടത്തുക. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അവർക്ക് വേണ്ടി സന്തോഷം കൊടുക്കുക. റമളാനിൽ പോലും പലയിടത്തും എത്തിപ്പെടാൻ പറ്റാത്ത കുടുംബങ്ങളുണ്ട്, അവരെയൊക്കെ ഒന്ന് സന്തോഷം നടത്തുക. അപ്പോൾ ബന്ധങ്ങൾ ഊഷ്മളമാകും. മാത്രമല്ല, കുടുംബം സന്ദർശിച്ചാൽ മറ്റൊരു ഗുണം കൂടിയുണ്ട്. എന്താ അത്? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ അഹബ്ബ അൻ യുബ്സത ലഹു ഫീ റിസ്ഖിഹി വയുൻസഅ ലഹു ഫീ അഫരിഹി. ആരാണ് കുടുംബബന്ധം ചേർക്കാൻ ഉദ്ദേശിക്കുന്നത്, കുടുംബബന്ധം ചേർക്കാൻ ലക്ഷ്യം വെക്കുന്ന മുസ്ലിമേ, നിനക്ക് ദീർഘായുസ് കൂടുകയാണ്, ആയുസ്സിൽ അല്ലാഹു വർദ്ധനവ് നൽകുകയാണ്. തീർന്നില്ല. മൻ അഹബ്ബ അൻ യുബ്സത ലഹു ഫീ റിസ്ഖിഹി, അവനല്ലാഹു നൽകിയിട്ടുള്ള വീട്, അവനല്ലാഹു നൽകിയിട്ടുള്ള വാഹനം, അവനല്ലാഹു നൽകിയിട്ടുള്ളതായ സമ്പാദ്യം, എല്ലാത്തിലും ബറക്കത്തുണ്ടാവുകയാ, വർധനവുണ്ടാകുമത്രേ. അതിലൊക്കെ വിശാലത ഉണ്ടാവും. ഒരു കാറുള്ളവന് 2 കാർ എടുക്കാൻ പറ്റും. ഇതൊക്കെ ഞാൻ വെറുതെ പറയല്ല, ഹദീസാണ്. അതാണ് ഇംബിസാത്ത്, ബിസാത്ത് എന്ന് പറഞ്ഞതാണ്. മൻ അഹബ്ബ അൻ യുബ്സത ലഹു ഫീ റിസ്ഖിഹി. റിസ്ഖ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം മാത്രമല്ല, വീട്, വാഹനം, സന്താനങ്ങൾ ഒക്കെ ഉൾപ്പെട്ടു, വിഭവങ്ങളാണ്. ഇതെല്ലാം അധികരിക്കാൻ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ? വയുൻസഅ ലഹു ഫീ അഥരിഹി, ആരെങ്കിലും അവന്റെ ജീവിതത്തിൽ ദീർഘായുസിന് വേണ്ടി കുതിക്കുന്നുണ്ടോ? ഫൽയസിൽ റഹിമഹു, കുടുംബബന്ധം ചേർത്തുകൊള്ളട്ടെ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നമ്മൾ ഈ റമദാനിൽ എത്ര കുടുംബങ്ങളെ നോമ്പ് തുറപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് ചിന്തിക്കാൻ വേണ്ടി മാത്രം പറയുകയാണ്. എത്ര കുടുംബങ്ങൾക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ടായിരുന്നു, എത്ര പേര് നോമ്പ് തുറപ്പിച്ചിട്ടുണ്ടായിരുന്നു, എത്ര പേർക്ക് കിറ്റ് വിതരണം നടത്തിയിട്ടുണ്ട്, എത്ര പേരെ ഫോൺ വിളിച്ച്, എത്ര പേരുമായിട്ട് ബന്ധം നിലനിർത്തി. ഇതൊക്കെ നിലനിർത്തുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന നേട്ടാണ്. അതുകൊണ്ടാണല്ലോ പഴയ ആൾക്കാർ, ഈ മജ്‌ലിസിലുള്ളവർ, നല്ല പ്രായമുള്ളവരുണ്ട്, അവർക്ക് എന്താ ഇത്ര ദീർഘായുസ് കിട്ടാൻ കാരണം? പുതിയ തലമുറ 50ലേക്ക് എത്തുമ്പോൾ തന്നെ മരണം വരികയാണ്. 40 കഴിയുമ്പോൾ തന്നെ ഷുഗറായി, മാരകമായ ഷുഗറായി, കിഡ്നി പേഷ്യന്റായി മാറുകയാണ്, ഡയാലിസിന് വിധേയനാവുകയാണ്. അല്ലെ, മരുന്ന് കഴിക്കാത്ത ആളുകൾ വളരെ വിരളമാണ്, എല്ലാവരും രോഗികളായി. എന്താ കാരണം? ബന്ധങ്ങളില്ല. ആരുമായിട്ട് ബന്ധമില്ല, കുടുംബവുമായി ബന്ധമില്ല. വേറെ കുറെ ബന്ധങ്ങളുണ്ട്, രാത്രി ചാറ്റിങ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ വിളി, അതൊക്കെ ഇഷ്ടം പോലെ. അതുകൊണ്ട് ഏകദേശം തീരുമാനം ഉണ്ടാവും. ഒരാൾക്ക് ദീർഘായുസ് കുറയാൻ കാരണം അയാളിലുള്ള വ്യഭിചാരത്തിന്റെ സ്വഭാവമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഒരാളുടെ ജീവിതത്തിൽ ബറക്കത്ത് വേണമെങ്കിൽ അയാൾ എന്ത് വേണം? നിസ്കാരം നിലനിർത്തണം, കുടുംബ ബന്ധങ്ങളെ ചേർത്ത് നിലപോകണം, എങ്കിൽ അയാൾക്ക് ദീർഘായുസ് കൂടും. ഒരാൾക്ക് ആയുസ് ചുരുങ്ങി പെട്ടെന്ന് മരിക്കാൻ, അങ്ങനെ മരണമുണ്ടാകാനുള്ള ഒരു കാരണം ഇമാമിയങ്ങൾ പഠിപ്പിക്കുന്നു. എന്താണത്? വ്യഭിചാരം ജീവിതത്തിൽ ശീലമാക്കിയവൻ. വ്യഭിചാരം എന്ന് പറഞ്ഞാൽ ചാറ്റിംഗ് അതിൽപ്പെട്ടു, അത്തരത്തിലുള്ളതാകുന്ന പൈങ്കിളി സംസാരങ്ങൾ അതിൽപ്പെട്ടു, അന്യ പെണ്ണുമായുള്ള സംസാരങ്ങൾ, അല്ലെങ്കിൽ അതിനോടുള്ള ഒരു താല്പര്യം. അങ്ങനെയുള്ളവൻ അല്ലാഹു ദുനിയാവിൽ വെച്ച് ഉറപ്പിക്കൂല, വേഗം തന്നെ അവനെ മയ്യിത്താക്കും. ഹദീസുണ്ട്, സമയമില്ലാത്തതുകൊണ്ടാണ്, വളരെ ശ്രദ്ധിക്കണത്. അതുകൊണ്ട് പുതിയ തലമുറ ശ്രദ്ധിക്കാൻ, ദീർഘായുസ് വേണോ? ബന്ധങ്ങളെ പരിപൂർണമായി കൂട്ടിച്ചേർക്കാൻ. അപ്പൊ നമ്മുടെ മക്കളെയൊക്കെ ചേർത്തിട്ട്, ഭാര്യയും ചേർത്തിട്ട് നല്ലൊരു യാത്ര, അങ്ങനെ യാത്ര പോകും. യാത്ര ചെയ്യുന്നത് നല്ലതാണ്. സീറൂ ഫിൽ അർളി ഫൻദുറൂ കൈഫ കാന ആഖിബത്തുൽ മുജ്രിമീൻ. ഖുർആൻ പറയാം, നിങ്ങൾ യാത്ര പോകണം. അല്ലാഹു പറയുന്നു, സീറൂ ഫിൽ അർള്, ഭൂമിയിൽ നിങ്ങൾ യാത്ര ചെയ്യണം. ഫൻദുറൂ കൈഫ കാന ആഖിബത്തുൽ മുജ്രിമീൻ. മുൻഗാമികളായ ആളുകൾ, ധിക്കാരികളാകുന്ന പടച്ചറബിനെ മറന്നുകൊണ്ട് ജീവിച്ചതാകുന്ന സമുദായത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് രീതിയിലാണ് അവരെ അവസാനിപ്പിച്ചത്? ആ ധിക്കാരികളാകുന്ന ആളുകൾ തകർന്നടിഞ്ഞത് എങ്ങനെയാണ്? നോക്കി മനസ്സിലാക്കി ഗുണപാഠം ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് യാത്ര കൊണ്ട് ഉപകരിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അവ സമ്പത്ത് കൈവെക്കല്ല, അത്യാവശ്യം യാത്ര പോകണം. മാത്രമല്ല, ആ യാത്ര പോകുമ്പോൾ നല്ലൊരു പുസ്തകം നമ്മുടെ കയ്യിലുണ്ടാകണം, വായന വേണം. രണ്ടാമത്തേതാ. മൂന്നാമത്തത്, വെള്ളം കുടിക്കണം. നല്ല ചൂടാണിപ്പോ. ഈ ചൂടിന്റെ സമയത്ത്, ചൂടാവട്ടെ അല്ലാതാവട്ടെ, 20 കിലോ ശരീരഭാരമുള്ളവൻ ശാസ്ത്രം പറയുന്നു 1 ലിറ്റർ വെള്ളം കുടിച്ചിരിക്കണം.
20 കിലോ ശരീരഭാരം. 40 കിലോ ഉള്ളവൻ അപ്പം എത്രയാണ്? 2 ലിറ്റർ. 60 കിലോ ഉള്ളവൻ 3 ലിറ്റർ. 80 കിലോ ഉള്ളവൻ 4 ലിറ്റർ. അധികം ആളുകൾ 80 കിലോ ആണ്. ഉദ്ഹിയത്തിന്റെ തൂക്കമാണ്. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങളെ ചേർക്കട്ടെ. 80 കിലോ എന്താ ചിരിക്കുന്നത്? 80 കിലോ ആണ്. 80 കിലോ വെയിറ്റ് ഉള്ള ആളുകളാണ് കൂടുതൽ ആളുകൾ. എത്ര ലിറ്റർ വെള്ളം കുടിക്കണം? 4 ലിറ്റർ. അങ്ങനെ കുടിച്ചാലേ നമ്മുടെ കിഡ്നിയുടെ ഒക്കെ ഫങ്ഷൻ കറക്റ്റ് ആവുള്ളൂ. ഇതിപ്പോഴും മൂത്രം ഒഴിക്കുമ്പോൾ കളർ വ്യത്യാസം ഇല്ല. എന്താ കാരണം? ആരോഗ്യം കറക്റ്റ് അല്ല. ഉറക്കക്കുറവ് വിഷയങ്ങളൊക്കെ അതും ബാധിക്കും. വലിയ പ്രശ്നമാണ്. വെള്ളം നല്ലതുപോലെ പാനം ചെയ്യണം. അള്ളാഹു നമുക്ക് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ 15 രൂപ 20 രൂപ പൈസ കൊടുത്തിട്ടാണ് വെള്ളം വാങ്ങുന്നത്. ട്രെയിനിനാണെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ ഭാഗത്ത് 15, പുറത്തോട്ടിറങ്ങിയാൽ 20 രൂപ, ചിലയിടത്ത് 25. ഓരോ പൈസയാണ്. അത് മറ്റേതെങ്കിലും രാജ്യങ്ങളിലെ സ്ഥലത്താണെങ്കിൽ അതിനേക്കാളേറെ വില. ഇത്രയും വില കൊടുത്ത് വാങ്ങുന്നത് മൂല്യമുള്ളതാകുന്ന വെള്ളം നമ്മുടെ വീട്ടിലായിരിക്കുമ്പോൾ ആവശ്യത്തിലധികം കൊണ്ട് റാഹത്തായിട്ട് കുടിക്കൽ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മക്കളോട് നിർബന്ധം ചെലുത്തി. ഇപ്പൊ സ്കൂൾ തുറക്കുകയാണ്. ഇനിയിപ്പോ 2-3 ആഴ്ചയോടെ കഴിഞ്ഞാൽ സ്കൂൾ തുറക്കും. കുട്ടികൾക്ക് വാട്ടർ ബോട്ടിൽ വെള്ളം കൊടുത്ത വെള്ളം അതേപോലെ തിരിച്ചു കൊണ്ടുവരാൻ പകുതി പോലും കുടിക്കൂല. മക്കളെ പറഞ്ഞ് ഉപദേശിക്കാൻ ആരോഗ്യം സംരക്ഷണം വേണം. പ്രത്യേകിച്ച് നമ്മുടെ മുസ്ലിമീങ്ങൾ ഹോസ്പിറ്റലാകുന്ന ഹോസ്പിറ്റൽ മുഴുവനും കെട്ടിപ്പടുക്കുന്നത് ഈ സമുദായത്തിന് വേണ്ടി മാറിയിരിക്കുകയാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. എല്ലാ ഹോസ്പിറ്റലും നമ്മളാണ് അതിപ്രസരം, എല്ലായിടത്തും ഉണ്ട്. രാവിലെ തിരൂര് റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് നോക്കി, നിങ്ങൾ ജനശതാബ്ദി ട്രെയിൻ കയറാൻ നോക്കി, ഏറ്റവും കൂടുതൽ നമ്മുടെ മലപ്പുറം ജില്ലയിൽ നിന്ന് ആളുകൾ കയറുകയാണ്. പരശുറാം എക്സ്പ്രസിലേക്ക് ഇടിച്ചു കയറാൻ, മറ്റുള്ള ട്രെയിനിൽ കയറുകയാണ്, ബസ്സിൽ കയറുകയാണ്. എങ്ങോട്ടാ പോകുന്നത്? എറണാകുളത്തേക്ക് പോവാൻ. ലക്ഷോർ ഹോസ്പിറ്റലിൽ, അമൃത ഹോസ്പിറ്റലിൽ, മറ്റുള്ളതാകുന്ന ആസ്റ്റർ മെഡിസിറ്റിയിൽ, ഇങ്ങനെയുള്ള ഹോസ്പിറ്റലിൽ പോയി കിടക്കാൻ. കിഡ്നി പേഷ്യൻ്റാണ്, എല്ലാം തകർന്നു. 35-40 വയസ്സുള്ള ആളുകളാണ്. സമ്പത്ത് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ലക്ഷങ്ങൾ വിനിയോഗിക്കാൻ. ഭക്ഷണത്തിൽ വളരെ ക്രമം പാലിക്കണമെന്നും കഴിച്ചാൽ 1/3 ഭാഗമാക്കി ഭക്ഷണത്തെ മാറ്റി ബാക്കി 1 വെള്ളവും ബാക്കി 1 കാലിയാക്കി ഇടണമെന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധ ഇസ്ലാമെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എത്രയാണ് ക്വാണ്ടിറ്റി? ഏതെല്ലാം സുഭിക്ഷമായ ഭക്ഷണമാണ്. ആരോഗ്യം തന്നെ കേടാക്കി കളയുന്നു. അള്ളാഹു നമ്മളെ സാലിഹീങ്ങളെ ചേർക്കുമാറാവട്ടെ. പുതിയ തലമുറയിലാകുന്ന പെൺകുട്ടികളോടും പ്രത്യേകം പറയാനുണ്ട്. വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും പാചകം ചെയ്യൂല. എപ്പോഴും നമുക്ക് കുഴിമന്തി ഓർഡർ ചെയ്യാം. ഇന്ന് പെരി അൽഫാം, നാളെ കുഴിമന്തി, മറ്റന്നാൾ കിഴി പൊറോട്ട, അത് കഴിയുമ്പോൾ കുഴിമാന്തി ആരെങ്കിലും തരും, കയറി കിടക്കാം. അള്ളാഹു നമ്മളെ സാലിഹീങ്ങളെ ചേർക്കട്ടെ. ശരിയല്ലേ? എപ്പോഴും ഓർഡർ കൊടുക്കും. 24 മണിക്കൂർ ഓൺലൈൻ ഉള്ളതാകുന്ന ഏതെല്ലാം സംഭവങ്ങളുണ്ട് അതിലൊക്കെ സൊമാറ്റോ സ്വിഗ്ഗിയോ ഒക്കെ വിളിച്ചിട്ട് രാവും പകലും ഓർഡർ കൊടുക്കുക. തേരാപ്പാര പോകുന്നതാണ്. വാര്യത്തുള്ള അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു. ഇവരങ്ങോട്ട് പോകണം, ഇന്ന വീട്ടിലോട്ട് പോകണം. ഒരിടത്ത് കൊടുത്തു കഴിയുമ്പോൾ അടുത്ത വീട്ടിൽ ഓർഡർ വരികയാണ്, പിന്നെ അങ്ങോട്ട്. ഇത് തന്നെ കളി. പാചകം ചെയ്യൽ കുറഞ്ഞു പോയി സഹോദരിമാർ. അതുകൊണ്ട് ആരോഗ്യ പ്രശ്നമായി. യൂറിക് ആസിഡിന്റെ പ്രശ്നം സഹോദരിമാർക്ക്. വിരലും കൂടെ അനക്കാൻ പറ്റുന്നില്ല. ഷുഗർ വന്നിട്ട് ഈ വിരൽ മടങ്ങുന്നില്ല. ആരോഗ്യപരമായിട്ടുള്ള വിഷയങ്ങൾ. വെള്ളം കുടിക്കണം. നല്ലതുപോലെ വെള്ളം നമ്മുടെ മക്കൾക്ക് കുടിപ്പിക്കുകയും വേണം. ചെറിയ കുട്ടികളുണ്ട്, അവരിങ്ങോട്ട് വന്ന് പറയുന്നതിന് മുമ്പ് ഇടയ്ക്കിടയ്ക്ക് ഓരോ ഗ്ലാസ് വെള്ളം നമ്മളെടുത്ത് കൊടുക്കണം. ഇതൊരു ഗ്ലാസ് വെള്ളമാണ്, 150 മില്ലി ഉള്ളൂ ഇതിനകത്തുള്ളൂ. ഇതുപോലെ ഒരു ഗ്ലാസ് നമ്മുടെ മക്കൾക്ക് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ മക്കൾ പറയും വെള്ളം കുടിച്ച്. പിന്നെ അന്നത്തെ ദിവസത്തേക്ക് വെള്ളം കുടിയില്ല. യഥാർത്ഥത്തിൽ വല്ലതും ആയോ? ഒന്നും ആയിട്ടില്ല. ആരോഗ്യം വളരെയേറെ ശ്രദ്ധിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. എങ്കിൽ നല്ല ആരോഗ്യമുള്ളൊരു സമുദായത്തെയാണ് അള്ളാഹു ഈ ലോകത്ത് ആവശ്യപ്പെടുന്നത്. നമ്മുടെ മക്കളെ അള്ളാഹു സാലിഹീങ്ങളെ ചേർക്കുമാറാവട്ടെ. ഇപ്പം നിർത്താം, ഒരു 5 മിനിറ്റ് കൂടി ഇരിക്കുമല്ലേ? ശരിക്കും ഇരിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നീട്ടുന്നില്ല. 1-2 കാര്യങ്ങൾ കൂടി ഇതാവുന്നു കേട്ടോ. അപ്പം മക്കൾക്ക് പരിശുദ്ധമായ ദീൻ പഠിപ്പിച്ചു കൊടുക്കണം. അത് അനിവാര്യമാണ്. ഒന്നാമതായി പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ് മദ്രസ വിദ്യാഭ്യാസം നിർബന്ധമായും കൊടുക്കണം. ചിലർ ഞായറാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച ഒരു ട്യൂഷൻ വെച്ചിട്ട് അവിടെ കൊണ്ട് മതിയാക്കുകയാണ്. 5ാം ക്ലാസ് കഴിയുമ്പോൾ ആൺകുട്ടിയും പെൺകുട്ടിയും പിന്നെ വിടുന്നില്ല. +2 വരെ മദ്രസയുണ്ട് സമസ്തയുടെ സിലബസിൽ. എടാ, അത് തന്നെ പഠിച്ചിട്ട് തന്നെ പിഴച്ചു പോകുന്ന കാലഘട്ടമാണിത്. ഞാൻ പറയുന്നത് ആ ഒരു പഠനം കൊണ്ട് പോലും മക്കളെ നിർത്തരുത് എന്നാണ്. +2 കഴിഞ്ഞതാകുന്ന വിദ്യാർത്ഥിനികൾക്ക് മഹല്ലിലെ കമ്മിറ്റി ഭാരവാഹികളുടെ ശ്രദ്ധയ്ക്ക് ആഴ്ചയിൽ ഒരു ക്ലാസ് മദ്രസയിലെ സമുന്നതരാകുന്ന ഉസ്താദുമാരെ വെച്ചുകൊണ്ട് അവർക്ക് വെവ്വേറെയായിട്ടോ അല്ലാതെ ഒരു ക്ലാസ് കൊടുക്കൽ നിർബന്ധമാണ്. ആഴ്ചയിൽ ഒരു ക്ലാസ് എങ്കിലും അവർക്ക് കൊടുക്കണം. കാരണം ആ കണക്ഷൻ വിട്ടു പോകാൻ പാടില്ല. +2 കഴിയുമ്പോൾ പോയി ആനം വലിച്ചുകൊണ്ടിരിക്കുകയാണ്, കഞ്ചാവ് അടിച്ചുകൊണ്ടിരിക്കുക. നന്നായില്ല പിന്നെ എന്താ? അത് കഴിഞ്ഞാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അത് കഴിഞ്ഞുള്ള പ്രായമാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് പള്ളിയുമായിട്ടുള്ള ബന്ധം, ഉലമാഉമായിട്ടുള്ള സഹവാസം, അത് നമ്മളെ നന്നാക്കും, നമ്മുടെ ഹൃദയത്തെ നന്നാക്കും, നമ്മുടെ തലമുറയെ നന്നാക്കും.
മക്കള് പള്ളിയുമായിട്ടുള്ള ബന്ധം വരണം. വാപ്പ മകനെ ചേർത്ത് പിടിച്ച് പള്ളിയിൽ കൊണ്ടുവരണം 5 വഖത്തും. ചെറുപ്പത്തി പള്ളിയിൽ ഉസ്താദിനെ കൊണ്ടുവന്ന് കാണിച്ചാൽ മാത്രം പോരാ. എപ്പം നമ്മൾ ഉസ്താദിനെ മീറ്റ് ചെയ്യുന്നു അപ്പോഴൊക്കെ കുട്ടികൾ മീറ്റ് ചെയ്യണം. അപ്പൊ അവനിലുള്ള പോരായ്മകൾ ഉസ്താദ് ചൂണ്ടിക്കാണിക്കും. അവർക്ക് കാണുമ്പോൾ തന്നെ ആളുടെ രൂപം കൊണ്ട് മനസ്സിലാവും. ഇപ്പൊ കുട്ടികളൊക്കെ ഇങ്ങനെ മെലിയാൻ. എന്താ മെലിയാൻ കാരണം? ശാസ്ത്രം പറയുന്നു മെലിയാനുള്ളതിന്റെ ഒന്നാമത്തെ കാരണം തന്നെ കഞ്ചാവാണ്. അള്ളാഹു നമ്മുടെ മക്കളൊക്കെ ആക്കട്ടെ. ഇനി ശാരീരികമായിട്ട് മെലിയുന്ന ആ കുട്ടികളുണ്ടെങ്കിൽ അവരെ നിങ്ങൾ ക്രൂശിക്കണ്ട. അത് ചിലപ്പോൾ മറ്റു ബുദ്ധിമുട്ടായിരിക്കും, ഡോക്ടറെ ഒന്ന് കാണിച്ചേക്കണം. എന്നാലും പുതിയ തലമുറയിലെ ആണുങ്ങളും പെണ്ണുങ്ങളും അടക്കം നമ്മൾ പറയും ഡയറ്റാന്ന്. ഡയറ്റൊന്നും അല്ല, കഞ്ചാവ് അടിക്കുന്ന കുട്ടികൾ മെലിയും. അത് ആദ്യം മനസ്സിലാക്കി, വാപ്പ മനസ്സിലാക്കി. കുട്ടികൾ ഇങ്ങനെ പെൻസിൽ പോലെയാവും. അതുകൊണ്ട് മക്കളെ നല്ലതുപോലെ ശ്രദ്ധിക്കണം. കണ്ണ് ചുവന്നിരിക്കുന്നതാകുന്ന വലിയ ടീമായിരുന്നു, കള്ളുകൂടിയുടെ കേമനായിരുന്നു. അപ്പൊ കണ്ണ് ചുമക്കും. അത് കണ്ടിട്ട് നമ്മുടെ മക്കളും കണ്ണൊന്നും ചുമക്കുന്നില്ല, ഒന്നും കുഴപ്പമില്ല എന്ന് കരുതരുത്. കണ്ണിലെത്തിക്കാനുള്ള മരുന്ന് വരെ ഇപ്പൊ ഇറങ്ങുന്നുണ്ട്. നല്ല വെളുത്ത് തുടുത്ത കണ്ണായിരിക്കും. അവന്റെ കണ്ണ് കാണുമ്പോൾ നമ്മൾ അതുപോലെ കണ്ണ് കിട്ടണേന്ന് ദ്വാരക്കും. അതുപോലത്തെ കണ്ണാക്കി മാറ്റുന്ന മരുന്ന് ഒഴിക്കുന്നുണ്ട്. സാധനം അടിച്ചിട്ടും ഉണ്ടാവും. അതുകൊണ്ട് മനസ്സിലാക്കിക്കോ, പുതിയ തലമുറ അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. മക്കളെ എപ്പോഴും ശ്രദ്ധിക്കണം. മദ്രസയിൽ പോകുന്നുണ്ടോ, തിരിച്ചു വരുന്നുണ്ടോ? ഒരു കാലത്ത് നമുക്ക് ആ ശ്രദ്ധ ഉണ്ടായിരുന്നു. ഇന്നിപ്പോ വല്യപ്പ നമ്മൾ ആ ശ്രദ്ധ വിട്ടു. അതുകൊണ്ട് മക്കളൊക്കെ പോയിക്കൊണ്ടിരിക്കാൻ. ഈ ഒരു തലമുറ മോശമായാൽ വരും തലമുറ വലിയ അദാബാണ്. ഏത് സിനിമ ഇറങ്ങിയാലും ഏത് സീരിയൽ ഇറങ്ങിയാലും എല്ലാം പ്രേമിക്കുവാനും കള്ളും കഞ്ചാവുമാണ് പഠിപ്പിക്കുന്നത്. അല്ലാത്തതൊന്നുമില്ല. പ്രേമിക്കുവാനും കൊലപാതകം നടത്തുവാനും അടിയും പിടിയുണ്ടാക്കുവാനും മാതാപിതാക്കൾ അവഗണിച്ചിട്ട് അന്യസമുദായത്തിൽപ്പെട്ട പെണ്ണിനെ പ്രേമിക്കാനും ഒക്കെ ഉള്ളതാകുന്ന കാര്യങ്ങളാണ് എല്ലാ സിനിമയും പ്രചോദനം കൊടുക്കുന്നത്, എല്ലാ സീരിയലും പ്രചോദനം കൊടുക്കുന്നത്. ഈ സീരിയലൊക്കെ കണ്ടിട്ടല്ലേ ഇവിടുത്തെ സഹോദരിമാർ, മുസ്ലിം സഹോദരിമാർ പോലും അമ്മായിമ്മ പോരി എന്ന് പറയുന്ന സംഗതി തന്നെ കൊണ്ടുവന്നത്. സീരിയൽ കണ്ടിട്ട് കരുന്നിട്ട് അതിനകത്തുള്ളതാകുന്ന ആളുകളായിട്ട് സ്വന്തം ഭർത്താവിന്റെ ഉമ്മയെ ചിത്രീകരിക്കാൻ, അത്തരത്തിൽ തന്നെ മാറ്റിമറിക്കാൻ, പിന്നെ കുടുംബങ്ങൾ അതാ രീതിയിലാകാൻ. അമ്മായിമ്മയെ അത് കണ്ടിട്ട് അതേപോലെ മരുമകളോട് ക്രൂശിക്കാൻ വേണ്ടി അമ്മായിമ്മയെ നിലകൊള്ളുവാൻ. ബന്ധങ്ങളൊക്കെ നശിച്ചു പോയി. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഇനി ഹൃദയത്തെ നന്നാക്കണം. നമ്മുടെ ഹൃദയം മുഴുവനും മാലിന്യമാണ്. ودواء قلب 5 فتلاوة بتدبر المعنى وللبطن الخلاء وقيام ليل والتضرع بالسحر ومجالسات الصالحين الفضلاء. മഹാനായ സയ്യിദ് മഖ്ദൂം റളിയല്ലാഹു അൻഹു അദ്കിയ എന്ന് പറയുന്ന മഹനീയമായ തസവ്വുഫിന്റെ ഗ്രന്ഥത്തിലൂടെ ലോകരെ പഠിപ്പിക്കുകയാണ്. വദവാഉ ഖൽബിൻ 5 ഫതിലാവത്തുൻ ബിതദബ്ബുരിൽ മഅനാ വലിൽ ബത്നിൽ ഖലാ. ഹൃദയം നന്നാവാനുള്ളതാകുന്ന മാർഗങ്ങൾ, ഹൃദയത്തിന്റെ മാലിന്യം മുഴുവനും മാറ്റി, ഹൃദയത്തിന്റെ കറകളെ മാറ്റി ഹൃദയം സ്ഫുടം ചെയ്യാൻ അതിനുള്ള മരുന്നുകൾ 5 എണ്ണമാണ്. ഒന്നാമതായി പറയുന്നു ഫതിലാവത്തുൻ ബിതദബ്ബുരിൽ മഅനാ വലിൽ ബത്നിൽ ഖലാ. പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യലാണ്. നമ്മുടെ മക്കൾ ഇന്ന് ഖുർആനിന്റെ വഴിത്താരയിലേക്ക് വരുന്നവരുണ്ടോ? ചിന്തിക്കണേ, ചിന്തിക്കണേ. എത്ര പേരാണ് ഖുർആൻ പഠിക്കുന്നത്, ഖുർആനുമായിട്ടുള്ള ബന്ധം പരിപൂർണമായി പുലർത്തിപ്പോരുന്ന മക്കൾ എത്ര പേരാണ്, എത്ര പേരാണ്? അല്ലാഹു റസൂൽ സഹാബത്തിനോട് പറഞ്ഞു, സഹാബാ 3 കാര്യങ്ങൾ നിങ്ങളുടെ മക്കളുടെ ഹൃദയത്തിൽ അടയാളപ്പെടുത്തണേ. ഒരു കുട്ടി ജനിച്ചാൽ മാതാപിതാക്കളോടുള്ള കടമയാണ്. ആ മാതാപിതാക്കൾക്ക് മക്കളോടുള്ള കടമയിൽ പെട്ടതാണ് അവർക്ക് പരിശുദ്ധമാക്കപ്പെട്ട ദീൻ പഠിപ്പിച്ചൽ കൊടുക്കലെന്ന് നബിയുനാ റസൂലുള്ളാഹി. അദ്ദിബു ഔലാദകും 3 ഖിസാൽ. നിങ്ങളുടെ മക്കൾക്ക് 3 കാര്യങ്ങൾ കൊണ്ട് മര്യാദ പഠിപ്പിക്കണേ. ഒന്ന് ഹുബ്ബ നബിയക്കും, ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്താണ്, പ്രവാചകരോടുള്ള അനുരാഗമാണ്, അല്ലാഹുവിന്റെ റസൂലിനോടുള്ള ഇഷ്കാണ്, പ്രവാചകരോടുള്ള മഹബ്ബത്താണ്. കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതലങ്ങളെ മദീനയിലേക്ക് മാടി വിളിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് മക്കൾക്ക് പഠിപ്പിച്ചു
കൊടുക്കൽ നിർബന്ധമാണ്. പ്രവാചകരെ കുറിച്ചാണ് ആദ്യമായി ഒരു കുട്ടിക്ക് വകതിരിവെത്തുമ്പോൾ പഠിപ്പിക്കേണ്ടത് എന്ന് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഫത്ഹുൽ മുഈനിൽ ആമുഖത്തിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടില്ലയോ? ഫഅവ്വലു വാജിബിൻ അലൽ ആബാഇ വൽ ഉമ്മഹാത്ത്, മാതാപിതാക്കൾക്ക് നിർബന്ധമായത് ഒരു കുട്ടി ജനിച്ചവന് വകതിരിവെത്തുമ്പോൾ ആദ്യമായി പറഞ്ഞു കൊടുക്കേണ്ടത് സിനിമ പാട്ടല്ല, റീൽസുകളല്ല, മോശപ്പെട്ടതാകുന്ന വചനങ്ങളല്ല. ആദ്യമായി വാപ്പ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് നമുക്കൊരു നബിയുണ്ട്. നമ്മുടെ നബിയുടെ പേര് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്നാണ്. മക്കയിലാണ് ജനിച്ചത്, മദീനയിലാണ് വഫാത്തായത്. ഒരു കുട്ടിക്ക് ആദ്യമായി പരിശുദ്ധ പ്രവാചകരെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കണേ. ഇമാമിങ്ങൾ രേഖപ്പെടുത്തുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു 3 കാര്യങ്ങൾ മക്കളുടെ ഹൃദയത്തിൽ അടയാളപ്പെടുത്തണേ. 1 റസൂലുള്ളാഹിയോടുള്ള മഹബ്ബത്താ, 2 വഹബ്ബ നബിയക്കും, നിങ്ങളുടേതാകുന്ന പ്രവാചകരോടുള്ള മഹബ്ബത്തും വഹബ്ബ അഹ്ലി ബൈതി, ആ പ്രവാചകന്റെ കുടുംബത്തോടുമുള്ള മഹബ്ബത്താണ്. തീർന്നില്ല. വതിലാവത്തിൽ ഖുർആൻ, പരിശുദ്ധമായ ഖുർആനിന്റെ പാരായണമാണ് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ.